ആദർശം അമാനത്താണ് എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോട്ടയം പോയിൽ CH അബ്ദുൾ റസാഖ് അനുസ്മരണവും മതപ്രഭാഷണത്തിന്റെയും അവസാന ദിവസമായി ഈ പരിപാടി നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ PK അബൂബക്കർ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മഹറൂഫ് പൂക്കോട്, വേദിയിലിരിക്കുന്ന ഗുരുതുലരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാട്ടിൽ ഈ ഒരു മതപ്രഭാഷണ പരമ്പരയ്ക്കിടയിൽ ഒരു പൊതുപരിപാടി എന്ന രീതിയിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വലിയൊരു പ്രഭാഷകനൊന്നുമല്ല. അവിടെ പ്രസംഗിച്ചതും സംസാരിച്ചതൊക്കെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അതിനിടയിൽ വന്ന് നിൽക്കുവാൻ ഒരു പോലീസുകാരന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ ഒരു 21 കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്നൊരു പാവപ്പെട്ട പോലീസുകാരനാണ്. എനിക്ക് വലുതായിട്ടൊന്നും പ്രസംഗിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന കുറച്ച് സംഗതികൾ നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊരു കുശുമ്പ് പരിപാടിയാണ്. അവിടെ കണ്ട സംഗതി ഇവിടെ വിളിച്ചു പറയാം. പക്ഷെ നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. പക്ഷെ ഈ നാട്ടിൽ, ഈ കോട്ടയം പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയേറെ സന്തോഷമുള്ള ജനങ്ങളാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം എനിക്കില്ല. പക്ഷെ ഇതേ പോലീസ് സ്റ്റേഷനിലെ കതിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ കോട്ടയം പോയിലുള്ള ആപത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ നാട് നന്മയും തിന്മയും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് എന്നാണോ കഴിയുന്നത് അന്നേ നമ്മുടെ നാട് നന്നാവുള്ളൂ. കുറെ അസ്വസ്ഥതകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കാണുന്നതൊക്കെ പറയുന്നതൊക്കെ വളരെ മഹത്തായ നല്ല കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചതും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ നിങ്ങളെ ഉപദേശിച്ചാലൊന്നും നന്നാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 13 കൊല്ലമായി ക്ലാസ് എടുക്കുന്നു. എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്ന് വരെ ഒരൊറ്റ ഒരാൾ നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പെട്ടെന്ന് അങ്ങ് നന്നാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആപത്തിൽപ്പെടുമ്പോൾ ഇത്തരം മനുഷ്യന്മാർ ഓർമ്മിക്കുമെന്നുള്ളത് സത്യമാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല ശരിക്കും. അതുകൊണ്ട് ഈ കോട്ടയം പോലുള്ള ആളുകളോട്, ഇത്രയും സന്തോഷം നിറഞ്ഞ തിളങ്ങുന്ന മുഖമുള്ള ആളുകളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷെ നമ്മൾ ഈ പുരുഷ പ്രജകളുടെ ഭാഗത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളത് സംശയമുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ലഹരിക്കെതിരെ സംസാരിച്ചാൽ എന്റെ മുമ്പിൽ ലഹരി ഉപയോഗിച്ച് നശിച്ച ഒരു ജന്മങ്ങളും ഇല്ല എന്നുള്ള സത്യമാണ്. അപ്പൊ ഈ നാട്ടിൽ ലഹരി ഉണ്ടോ എന്ന് വെച്ചാൽ ലഹരിയിൽ കേരളം 1ാം സ്ഥാനത്താണ്. അവിടെയാണ് നമ്മളെ സബ്ജക്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നശിച്ച ജന്മങ്ങളുണ്ടോ എന്ന് വെച്ചാൽ 53.something മനുഷ്യന്മാർക്ക് ഭ്രാന്താണ്. അങ്ങനെ നമ്മൾ കാണാത്ത കുറെ മായിക കാഴ്ചകൾ നിറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ ഇന്ത്യ ഒന്നും നന്നാക്കാൻ തൽക്കാലത്തേക്ക് നിൽക്കണ്ട. അതിനെല്ലാം നമ്മുടെ ആളുണ്ട്. കേരളം നന്നാക്കുക നിങ്ങൾ നോക്കുകയേ വേണ്ട. ഈ കോട്ടം പോയിലും നിങ്ങൾ നന്നാക്കണ്ട. അതിനൊക്കെ മികച്ച മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളും സ്വന്തം വീട്ടകങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം. നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട് നല്ല സുരക്ഷിതമാണ്. പക്ഷെ സുരക്ഷിതമാണോ എന്ന് ഓരോ വ്യക്തികളെയും പരിശോധിച്ച് ഇഴകീറി പരിശോധിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുടുംബം ശക്തമാവുള്ളൂ. എൻ്റെ നാട് അത്ര നല്ല നാടൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. അതിന് ഈ ചുറ്റുപാടുകൾ നടക്കുന്ന സംഗതികൾ, ഈ വീഡിയോ ഓഫാക്കിയാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വീഡിയോന്റെ ഒരു പ്രശ്നം എന്നറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ഏതോ ഒരു വീട്ടിൽ നടന്ന സംഗതിയായിരുന്നു. ഒരെനക്കുമെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും ജയിലിൽ പോകേണ്ടി വരും. നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും അത് ഏതൊക്കെയോ മനുഷ്യരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റേഷനിൽ കാണുന്ന സംഗതികൾ പറയുമ്പോൾ അത് ഏതോ ഒരു മനുഷ്യനിൽ ഞാൻ കണ്ട സംഗതിയാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 6 മാസത്തിനുള്ളിൽ നമ്മളെ നാട്ടിൽ നടന്ന സംഗതികൾ മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ സംഗതികൾ നിങ്ങളെ വീട്ടിലേക്ക് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ.
എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഗതിയും എന്റെ വീട്ടിലേക്ക് വരരുത് എന്ന് നിമിഷത്തിൽ 60 തവണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ, ഒരു ഭർത്താവാണ് ഞാൻ, ഒരു സഹോദരനാണ് ഞാൻ. എനിക്ക് പേടിയാണ് എന്റെ വീടിനെ, എന്റെ വീട്ടിലെ മനുഷ്യന്മാരെ എനിക്ക് പേടിയാണ്. കാരണം അവരും നാളെ ഈ നാശത്തിലേക്ക് പോയിക്കൂടായില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നേയില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള നേരം, കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം വടകരയിൽ 14 വയസ്സുള്ള ഒരു നല്ല ഒരു പയ്യൻ, നല്ല ദീനി ബോധമൊക്കെ ഉള്ള ഗംഭീരമായി പഠിക്കുന്ന ഒരു 14 വയസ്സുള്ള ചെക്കൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് അവന് ആരൊക്കെയോ കൂടി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആരും അവനെ നല്ലോണം പഠിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആരും ശ്രദ്ധിച്ചില്ല. നല്ല കുട്ടിയായത് കൊണ്ട് അവൻ ആരും ശ്രദ്ധിച്ചേയില്ല. അങ്ങനെ ഒരു ദിവസം അവന്റെ മൊബൈൽ ഫോണിലെ റീചാർജ് നെറ്റ് തീർന്നു പോയപ്പോ അവന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് നെറ്റ് വേണം. ഉമ്മ പറഞ്ഞു, ഇനി മുതൽ നിനക്ക് നെറ്റ് ചാർജ് ചെയ്ത് തരുവാൻ എനിക്ക് താല്പര്യമില്ല. നീ മൊബൈൽ ഫോണിൽ വല്ലാതെ കളിക്കുന്നുണ്ട്, ഇനി എന്തെല്ലോ ഗെയിം കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവനൊന്നും പറയാതെ ചുറ്റിക്കറങ്ങി ഉമ്മ കിടക്കാൻ പോയപ്പോ അവൻ ഉമ്മയോട് പോയി ചോദിച്ചു, ഉമ്മ നിങ്ങൾ നെറ്റ് ചാർജ് തരുന്നോ ഇല്ലയോ? ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഭ്രാന്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ മോന് ഞാൻ റീചാർജ് ചെയ്ത് തരില്ല, നെറ്റ് റീചാർജ് ചെയ്ത് തരില്ല പറഞ്ഞിട്ട് ഉമ്മ കിടന്നുറങ്ങി. മകൻ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി ഒരു 2 മണിയായപ്പോ അവൻ അടുക്കളയിലേക്ക് പോയി പച്ചക്കറി മുറിക്കുന്ന കത്തി എടുത്തു കൊണ്ടുവന്ന് ഈ ഉമ്മയുടെ കഴുത്തിലേക്ക് 5 കുത്ത് ആഞ്ഞങ്ങ് കുത്തി. ദൈവാധീനം കൊണ്ട് ആ കുത്തൊന്നും ഞരമ്പുകളേറ്റില്ല. ആ ഉമ്മ ഇന്നും ജീവിക്കുന്നു. രണ്ടാമത്തത് വടകര തന്നെ 8ാം ക്ലാസ്സിലെ പെൺകുട്ടി മൊബൈൽ ഫോണിൽ കളിച്ച് ഒരു ദിവസം ഈ കുട്ടി ഒരു പണിക്കും കിട്ടാതെ ഒരു പഠനത്തിൽ നിന്നൊക്കെ അകന്നു മാറിയപ്പോ അമ്മ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി അമ്മയുടെ കട്ടിന്റെ അടിയിലേക്ക് വെച്ചു. ആ അമ്മ പറഞ്ഞു, ഇനി എനിക്ക് മൊബൈൽ ഫോൺ തരില്ല, എനിക്ക് എന്തൊക്കെയോ സൂക്കേടുണ്ട്, നീ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ചെക്കനും ഈ പെൺകുട്ടിയും ഉറങ്ങാൻ പോയി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോ ഈ പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി അമ്മയുടെ കാല് പിടിച്ച് തിരിച്ചു പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ കഴുത്തിന് കുത്തേറ്റ ഉമ്മയെയും കാല് പിടിച്ച് തിരിച്ച് പൊട്ടിച്ചു കളഞ്ഞ അമ്മയെയും കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇനി എനിക്ക് എന്റെ ഇപ്പോഴത്തെ സംശയം എന്നറിയോ, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ കാല് എപ്പോഴാണ് നിങ്ങളുടെ മക്കൾ തച്ചൊടിക്കുന്നത് എന്നും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എപ്പോഴാണ് നിങ്ങളുടെ മക്കൾ കത്തി കൊണ്ട് കുത്തി ആ ഹൃദയം കുത്തി കീറുന്നതെന്നുള്ള വല്ലാത്ത ആശങ്കയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊന്നും നിങ്ങളെ വീട്ടിൽ വരൂല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ മക്കളുടെ കത്തി കുത്തേറ്റ് എന്റെ മക്കളുടെ അടിയേറ്റ് എന്റെ കാല് പൊട്ടുന്നതും എന്റെ ഹൃദയം തകരുന്നതും എനിക്ക് ഒരു തരി പോലും അനുസരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഗതി എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ പറയുന്നത് എന്താ അറിയോ, എന്റെ മക്കൾ അങ്ങനെയല്ല. 5 പ്രാവശ്യം നിസ്കരിക്കുന്ന, കൃത്യമായി പള്ളിയിൽ പോകുന്ന, നല്ലവണ്ണം പഠിക്കുന്ന നല്ല മനുഷ്യ കുഞ്ഞാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. എന്ത് നല്ല മനുഷ്യക്കുട്ടിയായിരുന്നു. എനിക്ക് ആ കുട്ടീനെ അറിയാം. ഉമ്മേന്റെയും ഉപ്പേന്റെയും പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന 2 മക്കളുണ്ടായിരുന്നു. അവന്റെ വർത്തമാനത്തിന്റെ പ്രത്യേകത ഒരു കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവൻ എപ്പോഴും സംസാരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവന് ഇഷ്ടാവും. നമ്മളൊക്കെ വീട്ടിൽ പോയാലും അവൻ ഓടി വന്ന് നമ്മളോടൊക്കെ ചിരിക്കുകയും നമുക്കൊക്കെ വെള്ളം തരികയും അവൻ ഭക്ഷണം കഴിക്കുന്ന സാധനത്തിന്റെ ഒരു കഷ്ണമൊക്കെ നമുക്ക് തരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കണ്ടത്. പക്ഷെ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് തന്നെ കിട്ടിയ വാർത്തയിൽ 19-20 വയസ്സുള്ള ആ ചെക്കൻ ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു പോലും. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 3 ഗ്രാം MDMA ആണ് പോലും. അപ്പൊ നമ്മളൊക്കെ നല്ലതെന്ന് പറയുന്ന, ഉമ്മയോടും ഉപ്പയോടും ചേർന്ന് നിന്നു എന്ന് പറയുന്ന, കൊഞ്ചിക്കുഴഞ്ഞ് ചിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യജന്മങ്ങളെ കുറിച്ച് കിട്ടുന്ന വാർത്തകൾ ഇങ്ങനെയാണെങ്കിൽ, അത് 1000-1 പോലും, ഈ ലോകത്ത് 1000-1 ആ കുട്ടികൾ എങ്കിൽ പോലും ആ 1000-1 എന്റെ വീട്ടിലെ കുട്ടിയാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ആ 1000-ൽ അടുത്തതായിട്ട് വരുന്ന കുട്ടി നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാവരുത്.
ഈ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാരണവശാലും സമുദായത്തിലേക്ക് വരാനേ പാടില്ല. അത്രയേറെ വിശദമായി ഖുർആൻ എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തിൽ ലഹരിക്കെതിരെയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആത്മാർത്ഥമായിട്ട് പല ഉരിയാടിക്കൊണ്ടിരിക്കുന്ന ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് ഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത സംഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് ദയവ് ചെയ്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളോട്, പ്രത്യേകിച്ചും ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതം. അവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കരഞ്ഞ അവസ്ഥയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മക്കളാൽ ഭീഷണിപ്പെടുത്തി മൂലക്കിരിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾക്ക് മാറാതിരിക്കണമെങ്കിൽ, ഈ സമൂഹത്തിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കളായി മാറണം. ആരെയും കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കേരളത്തിലെ കുട്ടികളെ കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന 152 ദേശങ്ങൾ സഞ്ചരിച്ച മഹാനായ ഒരു മനുഷ്യനുണ്ട് ഇവിടെ. ലേബർ ഇന്ത്യന്റെ മുതലാളിയാണ്. അയാളോട് ചോദിച്ചു, കേരളത്തിലെ കുട്ടികൾക്ക് എന്താ ഇങ്ങനൊരു സ്വഭാവം വരുന്നത്? ആരെയും അനുസരിക്കാത്ത, ഒന്നിനെയും കൂസാത്ത, അവന്റെ ലോകം മാത്രമാണ് വലുതെന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെ വരുന്നില്ലേ സന്തോഷം എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. ഒരു കാരണവശാലും കേരളത്തിലെ ഒരു മനുഷ്യക്കുട്ടിയെയും നിങ്ങൾ തള്ളി പറയരുത്. കേരളത്തിലെ മനുഷ്യക്കുട്ടികളെല്ലാം തങ്കപ്പെട്ട കുട്ടികൾ തന്നെയാണ് പോലും. കൃത്യമായി മതപഠനമുള്ള, കൃത്യമായി സാമൂഹ്യ ബോധമുള്ള കുട്ടികളായിട്ട് തന്നെയാണ് എല്ലാവരും വളരുന്നത്. പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി എന്നറിയോ? എനിക്ക് ലോകത്തെ ഏറ്റവും ഉചിതമായ മക്കളെ കുറിച്ച് പറഞ്ഞ മറുപടി അയാളുടെ മറുപടിയാണെന്ന് എനിക്ക് തോന്നിയത്. കേരളത്തിലെ കുട്ടികൾ തലതിരിഞ്ഞ് പോകുന്നുണ്ട് എങ്കിൽ അത് കുട്ടികളുടെ കുഴപ്പമല്ല എന്ന് അയാൾ പറയുന്നത്. 3-ാമത്തെ വയസ്സിൽ പ്രീ KG-യിലും LKG-യിലും UKG-യിലും പഠിപ്പ് തുടങ്ങുന്ന കേരളത്തിലെ കുട്ടി 4-ാം ക്ലാസ്സിൽ മദ്രസയിൽ, 4 വയസ്സിൽ മദ്രസയിൽ പഠനം തുടങ്ങുന്ന കേരളത്തിലെ ഒരു കുട്ടി 10-ാം ക്ലാസ് കഴിയുമ്പോൾ 15 വയസ്സായി 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എല്ലാ വിഷയത്തിലും A+ നേടി, കൃത്യമായ മതപഠനമൊക്കെ നടത്തി, അങ്ങനെ എല്ലാ തരത്തിലും A+ഉം മതപഠനമൊക്കെ നടത്തി 15-ാമത്തെ വയസ്സിൽ എല്ലാ വിഷയത്തിലും A+ഉം മദ്രസയിൽ ഉന്നത വിജയമൊക്കെ നേടി പുറത്തിറങ്ങുന്ന 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന് അറിയില്ല എങ്കിൽ ഈ 13 കൊല്ലം സ്കൂളിലും മദ്രസയിലും പഠിച്ച കുട്ടി എന്താണ് പഠിച്ചതെന്ന് അയാൾ ചോദിച്ചത്. ബാപ്പയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം, ഈ ഉമ്മയും ബാപ്പയും നെഞ്ചോട് ചേർത്ത് പിടിക്കണം, സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഈ 15 വയസ്സുകാരന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചു കൊടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും ഈ സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുട്ടി എന്താണ് 13 കൊല്ലം സ്കൂളിൽ നിന്ന് പഠിച്ചത്? കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്ന്, കള്ളു കുടിച്ചാൽ സ്ട്രോക്ക് വരുമെന്ന്, കള്ളു കുടിച്ചാൽ ക്യാൻസർ വരുമെന്ന്, സിഗരറ്റ് വലിച്ചാൽ ഈ ശരീരം മുഴുവൻ തകർന്നു പോകുമെന്ന് രാക്കുരാമായണം ഓരോ സ്ഥലത്തും വിളിച്ചു പറയുന്ന ഈ ലോകത്ത് ഈ 15 വയസ്സുകാരന് കള്ളു കുടിച്ചാൽ, സിഗരറ്റ് വലിച്ചാൽ നശിച്ചു പോകുമെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? അപ്പൊ ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഈ സംഗതികളൊന്നും കുത്തിവെച്ചു കൊടുക്കുവാൻ, ഈ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. അതാണ് കുട്ടികൾ ഇങ്ങനെയായി പോകുന്നു പറഞ്ഞത്. നിങ്ങൾ കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചു പോയ കുറെ ജന്മങ്ങൾ, നിങ്ങൾ കോട്ടയം പോയിലോ കതിരൂരോ കുത്തുപറമ്പോ എവിടെയെങ്കിലും ആവട്ടെ, ഈ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചു പോയ ജന്മങ്ങളെ 10 കെട്ടാക്കി വെക്കുക. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കെട്ടിവെച്ചോളി? അങ്ങനെ കെട്ടിവെച്ച് നിങ്ങൾ ആ 10 ജന്മങ്ങളെ കുറിച്ച് പഠിച്ചാലില്ലേ ഈ കസേരയിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചുപോയ ജന്മങ്ങളിൽ 10 എണ്ണത്തിൽ 8 ജന്മങ്ങളും 18 വയസ്സിന് മുമ്പേ ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയ ജന്മങ്ങളായിരിക്കും. 18 വയസ്സിന് അപ്പുറത്തേക്ക് ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയ ഒരു മനുഷ്യ ജന്മങ്ങളും ഇതിന് ഭ്രാന്തമായി നശിച്ചുപോയ ചരിത്രം എവിടെയും ആരും പഠിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ, അവരുടെ തലച്ചോറിലേക്ക് ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇവിടെ ഒട്ടേറെ സംഘടനകളുണ്ട്, എത്രയും മനോഹരമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. പക്ഷെ ആ സംഘടനകൾക്ക് പോലും
നമ്മുടെ മക്കളെ ശരിയായ പാതയിലൂടെ നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഖേദകരമായ അവസ്ഥയാണ്. ഞാൻ പലപ്പോഴും നോക്കുമ്പോ ഇല്ലേ, ഇവിടെ കുറച്ചും കൂടി യുവാക്കളെയും കുട്ടികളെയും കാണുന്നുണ്ട്. യുവാക്കളും കുട്ടികളും സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് വരെ കാണുന്നില്ല. ആ കുട്ടികൾ അവരുടേതായ ലോകത്ത്. അതിന് കാരണം രക്ഷാകർത്താക്കൾ തന്നെയാണെന്നാ നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ ദീർഘിപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ മക്കളെ നന്നാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ ഭർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, എനിക്ക് 2-3 ടിപ്സ് മാത്രമേ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. നിങ്ങളെ മക്കളൊക്കെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ സാർ? രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ടാ? രാത്രി 10 മണിക്ക് ഉറങ്ങുക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ കിടന്നുറങ്ങുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറൊക്കെ ആയിട്ടാണ് തിന്നുന്നുണ്ടോ? മുടി വിചാരിച്ച് തന്നെ പിടിച്ചാൽ കിട്ടുന്നുണ്ടോ? ട്രൗസർ ഉടുക്കേണ്ട സ്ഥലത്ത് തന്നെയാണോ ആയിട്ട് ഉടുക്കുന്നത്? അങ്ങനെ നിങ്ങളെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു 18 വയസ്സ് വരെ വളരുന്നതെങ്കിലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, പിന്നെ ആരാണ് കുട്ടി, ആരാണ് ബാപ്പ, ആരാണ് ഉമ്മ? അപ്പൊ 18 വയസ്സുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ശക്തിയില്ല എങ്കിൽ നിങ്ങൾ ഉമ്മ എന്നും ഉപ്പ എന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. ഓരോ ഉപ്പയാക്കിയിട്ട് അങ്ങ് പ്രതിഷ്ഠിക്കുക, ഓരുമ്മളങ്ങ് നിയന്ത്രിക്കട്ടെ. നമ്മുടെ സ്റ്റേഷനിൽ കാണുന്ന എല്ലാ സംഗതികളിലും പലപ്പോഴും ഭർത്താവ് അധികവും വിദേശത്തായിരിക്കും. വീട്ടിലെ നായകൻ എന്ന് പറയുന്ന ചങ്ങായി നമ്മളീ ചങ്ങായി ആയിരിക്കും. അവന്റെ കയ്യിലാണ് ATM, അവന്റെ കയ്യിലാണ് വീടിന്റെ ഭരണം, അവന്റെ വിരൽത്തുമ്പിലാണ് ആ ലോകം. പലപ്പോഴും അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് നമ്മൾ പ്രതിസന്ധി കാണുന്നത്. പക്ഷെ കുട്ടികളോട് പറഞ്ഞാൽ കൃത്യമായിട്ട്, ഞാൻ എന്റെ സ്റ്റേഷനിൽ വരുന്ന എല്ലാ കുട്ടികളോടും പറയുമ്പോഴില്ല, കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ അർത്ഥം കുട്ടികൾക്ക് ഇതിന്റെ ആപത്തിനെ കുറിച്ച് അറിയില്ല എന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ഉപദേശം പറയാനുള്ളൂ. നിങ്ങളെല്ലാം ഒരു പോലീസുകാരനാവുക. ഉമ്മ പോലീസുകാരനാവുക, ബാപ്പ പോലീസുകാരനാവുക, കുട്ടികൾ പോലീസാവുക. പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മുഖത്തിൽ ഒരു പുളിച്ച ചിരിയാണ് ഞാൻ കണ്ടത്. പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനെ ചിരിച്ചത്? പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താ അറിയാം? വളവ് നെൽമറ്റ് പിടിക്കുന്ന വേട്ടക്കാർ. റോഡുമേൽ നിന്നിട്ട് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, വല്ലാത്ത ശല്യമാണ് ഇവരെ കൊണ്ട്. അങ്ങനെയാ പോലീസിനെ കുറിച്ച് നിങ്ങളൊക്കെ ധരിച്ചു. ഞാൻ പോലീസിൽ വരുന്നതിനെ കാണുമ്പോൾ ഞാനും ധരിച്ചത് അത് തന്നെയാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ അവകാശങ്ങളെല്ലാം തടയുന്ന മനുഷ്യൻ. പക്ഷേ പോലീസിൽ വന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പോലീസ് എന്ന് പറയുന്നത് സാധാ മനുഷ്യനല്ല, മനുഷ്യനേ അല്ല പോലീസ്. പിന്നെ പോലീസുകാരാ? പോലീസ് പടച്ചോനാണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ വീണ്ടും ഒരു പുളിച്ച ചിരി വന്നു, പടച്ചോൻ. എന്തുകൊണ്ടാ പോലീസ് പടച്ചോനാന്ന് പറയുന്നത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വന്നില്ലേ, വീട്ടിൽ നിന്ന് വീട്ടിലെല്ലാം പൂട്ടിയിട്ട് ഇവിടത്തേക്ക് വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നു? അതും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ വേവലാതി വരുമ്പോഴാണ് പ്രാർത്ഥിക്കുക. പരീക്ഷന്റെ തലേന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ ജയിക്കണേ, ജയിച്ചിക്കണ്ടേ, പള്ളിയിൽ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് തലേന്നാണ്. പരീക്ഷന്റെ തലേന്നാണ് പള്ളിയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ദിവസം പോലും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെ മുഖത്തൊരു ആശങ്കയില്ല, നിങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാ ഇവിടുത്തെ പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യന്മാരിവിടെ ഉണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നേ? എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും അവിടെ ഒരൊറ്റ കള്ളനും കയറരുത്, എന്റെ വീട് സുരക്ഷിതമായിരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നേ? വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ആരും ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുന്നത് കാണരുത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? രാവിലെ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യൻ ഒരു പോറലും ഏൽക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നേ? നിങ്ങളെ മക്കൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഭ്രാന്ത് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നേ? നിങ്ങളെ മക്കൾ ലഹരിയുടെ ലോകത്തേക്ക് ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കരുതേ എന്ന് ഉപ്പയുടെയും ഉമ്മയും നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നേ? നിങ്ങളൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് ടെൻഷനില്ല, നിങ്ങൾക്ക് പേടിയില്ല. എന്നാൽ ഇവിടുത്തെ കതിരൂരുള്ള പോലീസുകാരൻ രാവിലെ 8 മണിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഈ കോട്ടയം പോയിലുള്ള ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെയാണ്. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുത് എന്ന്, ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യരുതെന്ന് മനസ്സ് നൊന്ത് വിലപിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് തന്നെയായിരുന്നു.
നിങ്ങളെ വീട്ടിലെ രാവിലെ വണ്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യൻ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ പേരാണ് പോലീസുകാരൻ. അങ്ങനെ പോലീസുകാരന് ആശങ്കയാണ്. നിങ്ങൾക്ക് ആ ആശങ്കയില്ല. നിങ്ങളെ കുടുംബത്തിനെ കുറിച്ച് പോലീസിന് ആശങ്കയുണ്ട്. പോലീസിന്റെ കുടുംബത്തിനെ കുറിച്ച് പോലീസിന് അതിലേറെ ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത് ഈ നാട്ടിൽ നടക്കുന്ന സംഗതികളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. പോലീസ് എന്തിനാ നിങ്ങളെ വീട്ടിൽ കള്ളം കയറുന്നതിന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? പോലീസിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ വീട്ടിൽ കള്ളം കയറി നിങ്ങൾക്ക് എന്ത് കുഴപ്പം? അന്നേരം തൊട്ട് കരയണമെന്നല്ലാണ്ട് ഇങ്ങനെ കരയാ. പക്ഷെ ആ നിമിഷം മുതൽ പോലീസിനോട് ഒരു ഇഞ്ചി പിടിക്ക് കള്ളനാ. പോലീസ് കള്ളനെ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ച് വെക്കുകയാണ് പോലീസ്. ആ വളപട്ടണത്തിൽ നിന്ന് 300 പവൻ ഒരു വീട്ടിൽ നിന്ന് കാണാതായപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാ അവല അറിഞ്ഞത്. അത് അറിഞ്ഞ ഉടനെ തന്നെ പോലീസിനോട് പോലീസ് ഇഞ്ഞി പിടിക്ക്. ഞാൻ ചോദിച്ചാൽ ആരെ പിടിക്കാൻ? അതിനുശേഷം പത്രങ്ങളും മാധ്യമങ്ങളും മുഴുവൻ പോലീസുകാരൻ കട്ട പോലെയാണ് എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ കേരളത്തിലെ സമർത്ഥമായ പോലീസ് ചങ്ങായിനെ പിടിച്ചു. പോലീസ് പിടിക്കും. കാരണം പോലീസ് പിടിക്കുന്ന അപ്പം വീട്ടുകാർക്കൊക്കെ പോലീസ് വേണമായിരുന്നു. അതുവരെ പോലീസ് വേട്ടക്കാരൻ. നിങ്ങൾക്ക് ഒരു ദിവസം പോലീസിന്റെ ആവശ്യം വരും, ഈ ആപത്തുണ്ടാവും. എന്തായാലും പോലീസ് നിങ്ങളെ വീട്ടിൽ എന്തുകൊണ്ടാണെന്ന് അറിയും? പുറകെ ഓടി, കള്ളന്റെ പുറകെ ഓടി ഓടി തളർന്ന് ഓരോ ദിവസവും തളർന്നത് കൊണ്ടാണ് വേറൊരു വീട്ടിൽ കള്ളൻ കയറരുതെന്ന് പോലീസുകാരൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യരുതെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? പോലീസുകാരൻ ദിവസവും സ്റ്റേഷനിൽ 3 ആത്മഹത്യ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദിവസം 3 കുട്ടികളുടെ ശവശരീരങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന കയ്യാ ഈ പോലീസ് സ്റ്റേഷനിലുള്ളത്. നിങ്ങൾ ഏതെങ്കിലും കുട്ടി മരിച്ചത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടി ആത്മഹത്യ ചെയ്തു? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. അതറിയോ നിങ്ങൾ? അവിടെ നിങ്ങളെ മക്കള്, വലിയ മക്കളാ ചെറിയ മക്കളാ, അങ്ങോട്ട് നിൽക്കുന്ന റൈറ്റുകൾ മരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. കഴിഞ്ഞ ദിവസം ഇവിടെ നിങ്ങളെ നാട്ടിലല്ലേ 5ാം ക്ലാസ്സിലെ ചെക്കൻ മരിച്ചത്, തൂങ്ങി മരിച്ചത്? 5ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചപ്പോ അവന്റെ കീസയിൽ നിന്ന് പോലീസിന് ഒരു കർഷക കടലാസ് കിട്ടിയല്ലോ. ആ കടലാസിൽ ആ ചെക്കൻ എന്താ എഴുതി വെച്ചത്? സ്കൂളിൽ നിന്ന് ടൂർ വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. 5ാം ക്ലാസ്സിലെ കുട്ടി സ്കൂളിൽ നിന്ന് ടൂർ വിടാത്തതിൽ പ്രതിഷേധിച്ച് തൂങ്ങി മരിച്ച നാടാണ് നമ്മുടെ നാട്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ജില്ല, മറന്നുപോണ്ട. നിങ്ങളെ വീട്ടിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഞാനല്ല, എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്റ്റേഷനിൽ ആത്മഹത്യ ഉണ്ട് എങ്കിൽ എന്റെ വീട്ടിലേക്കായി ആത്മഹത്യ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടും കാര്യമില്ല. ആ കുട്ടികളെ ആ ലോകത്തെ നിന്ന് പിടിച്ചു കെട്ടിക്കാൻ, നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. മിനിഞ്ഞാന്ന് ഞാൻ ക്ലാസ് എടുത്തത് വയനാടാണ്. ആ വയനാട്ടിൽ പരിപാടി 2 മണിക്കൂർ ലേറ്റാ. എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്നറിയോ? ആ പരിപാടി നടക്കുന്ന മലയുടെ ചോട്ടിലുള്ള വീട്ടിലെ 6ാം ക്ലാസ്സിലെ ചെക്കനാണ് അവിടുത്തെ ജനേലന്റെ മേലെ തൂങ്ങി മരിച്ചത്. ഞാൻ ആ വീട്ടിൽ പോയതാണ്, ശവം കണ്ടതാണ്. ആ ചെക്കന്റെ കീശയിൽ നിന്ന് എഴുതി കിട്ടിയ കടലാസ് എന്നറിയോ? എന്റെ ഉമ്മ എന്നെ കുളത്തിൽ കുളിക്കാൻ വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. കുളത്തിൽ കുളിക്കാൻ വിടാത്തതിനാ 6ാം ക്ലാസ്സിലെ ചെക്കൻ ജനേലന്റെ മേലെ കെട്ടിത്തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുള്ള ഈ ചൊക്ലിയോ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തുള്ള 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് വിഷം കുടിച്ച് മരിച്ചത്. എന്റെ നാട്ടിലുള്ള 12 വയസ്സുകാരി പെൺകുട്ടിയാണ് വൈകുന്നേരമാകുമ്പോൾ എരിപിരിച്ചൽ കൊണ്ട് ഉടുതുണിയില്ലാതെ ആ പെൺകുട്ടി റോഡിലൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്റെ നാട്ടിൽ. എന്റെ നാട്, ഞാൻ ഈ ലഹരിക്കെതിരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും എന്റെ നാട്ടിൽ ജനുവരി 1 മുതൽ ഈ ഡിസംബർ 1 വരെ ഈ പുതിയ രാസലഹരി ഉപയോഗിച്ച് മരിച്ചുപോയ മനുഷ്യ ജന്മങ്ങളുടെ എണ്ണം 7ആണ്. ആ 7 മനുഷ്യ കുട്ടികൾ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എല്ലാവരും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാണ്. ഏറ്റവും നല്ല മാന്യമായ കുടുംബത്തിലെ കുട്ടികളാ, അല്ലാണ്ട് അങ്ങനത്തെ കുട്ടികളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. എന്റെ നാട്ടിൽ മാത്രം 7 ആൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഏത് നാട്ടിലും ഇവരുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെൻഷനാണ് നമുക്ക്. കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചത് 200 കിലോഗ്രാം MDMA ആണ് കേരളത്തിൽ നിന്ന്. 200 കിലോഗ്രാം. ഇതൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും രക്ഷാകർത്താക്കൾക്ക് ഈ 200 കിലോഗ്രാം MDMA പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ ഉണ്ടായോ? ടെൻഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് എനിക്ക് എല്ലാ മനുഷ്യജന്മങ്ങളെയും പേടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ MLA-ന്റെ കയ്യിൽ നിന്ന്, MLA-ന്റെ ആരോ കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ് പോലും ലഹരി കിട്ടിയത്. എന്റെ നാട്ടിലുള്ള അപ്പുറത്തെ അടുത്ത കൗൺസിലർ
കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ് ലഹരി കിട്ടിയത്. ഞാൻ കാലാന്തരങ്ങളായി പറയുന്നു, ഇവിടുത്തെ ലഹരി മാഫിയ നോട്ടമിടുന്നത് രാഷ്ട്രീയക്കാരന്റെ മക്കളെയാണ്. ലഹരി മാഫിയ നോട്ടമിടുന്നത് അധ്യാപകന്റെ മക്കളെയാണ്, പോലീസുകാരന്റെ മക്കളെയാണ്. സമൂഹത്തിൽ വിലയും നിലയുമുള്ള എല്ലാ മനുഷ്യരുടെയും കുട്ടികളെയാണ് അവർ വേട്ടയാടുന്നത്. കാരണം ഈ ഉസ്താദിന്റെ മകനെ ഈ ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന ഉസ്താദിന്റെ മോന്റെ കൂടെ ആരും നടക്കണ്ടെന്നൊന്നും ആരും പറയില്ല. ഇവിടെയുള്ള ഏറ്റവും മാന്യനായ നേതാവിന്റെ മകന്റെ കൂടെ നടക്കണ്ടെന്ന് ആരും പറയില്ല. പോലീസുകാരന്റെ മകന്റെ കൂടെ നടക്കണ്ടെന്ന് ആരും പറയില്ല. അധ്യാപകന്റെ മകന്റെ കൂടെ നടക്കണ്ടെന്ന് ആരും പറയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളെ മക്കളെ എങ്ങനെ ഈ തങ്കപ്പെട്ട മനുഷ്യക്കുട്ടികളെ ഒരു നിമിഷം കൊണ്ട് ഇതിലേക്ക് പോകുന്നത് നിങ്ങൾ ആ കുട്ടികളെ കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോ ഈ മുന്നിലിരിക്കുന്നവനെല്ലാം നാളെ ലഹരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നശിച്ചു പോകുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുട്ടി സൂയിസൈഡ് ചെയ്യുന്ന എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഏതോ ഒരു പിതാവിന്റെ ഏതോ ഒരു മാതാവിന്റെ മക്കളാണ് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോ എന്റെ മക്കളും ഈ ലോകത്തേക്ക് പോകുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് പേടിയാവുന്നില്ല? ആ പേടിയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം, കുട്ടി ഞങ്ങൾ പേടിപ്പിച്ച് വളർത്തിയില്ല എന്നില്ല. നമുക്കും പണ്ട് എല്ലാ കാര്യത്തിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പ്രണയിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂളിൽ എല്ലാ കുട്ടികളോട് അടികൂടുമ്പോൾ നമുക്കും അടികൂടാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അടികൂടിയില്ല? എന്തുകൊണ്ട് പ്രേമിച്ചില്ല? എന്തുകൊണ്ട് ആരെയും നശിപ്പിച്ചില്ല? എന്തുകൊണ്ട് സിഗരറ്റ് വലിച്ചില്ല? സിഗരറ്റ് വലിക്കാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു നമുക്ക്. സിഗരറ്റ് വലിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് എന്റെ അധ്യാപകനെ പേടിയായിരുന്നു. ഈ അധ്യാപകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ അറിഞ്ഞാൽ അതിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ മുഹമ്മദിന്റെ ബാപ്പ ഇത് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അയാൾ എന്റെ അച്ഛനോട് പറഞ്ഞ് ആ അച്ഛൻ എന്നെ തിരുത്തുമായിരുന്നു, അല്ലെ മുഹമ്മദിന്റെ ബാപ്പ എന്നെ തിരുത്തുമായിരുന്നു. അങ്ങനെ സമൂഹത്തിലാകമാനം ഒരു ചട്ടക്കൂടുള്ളൊരു ലോകത്ത് ജീവിച്ചത് കൊണ്ടുമാണ് നമ്മളൊക്കെ ഇവിടം വരെ എത്തിയത്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ആരെയും ഭയമില്ല, ആരെയും പേടിയില്ല. അവര് പറയുന്ന ഞാനാണ് ശരി എന്നാ, അവര് ചെയ്യുന്നതല്ലേ ശരിയെന്നാ അവര് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒന്ന്, ഈ പോലീസുകാരന്റെ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. പോലീസുകാരന്റെ ടെൻഷൻ എന്താ? ഇവിടുത്തെ ആപത്ത് മുഴുവൻ എന്റെ വീട്ടിലേക്കും എന്റെ സ്റ്റേഷനിലേക്കും വരുമെന്നുള്ള ആശങ്ക, നാളെ എന്റെ മകൻ ആ ലോകത്തേക്ക് വരുമെന്നുള്ള ആശങ്ക എന്റെ മുമ്പിലുള്ള സകല രക്ഷാകർത്താക്കൾക്കും കുട്ടിയേക്കും വേണം. രണ്ടാമത്തെ, നിങ്ങളെ മക്കളെ രക്ഷിക്കാൻ രണ്ടാമത്തെ ഒറ്റ ഓപ്ഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ കള്ളന്മാരല്ലാതായി വളരുക എന്നുള്ള. നിങ്ങൾ കള്ളന്മാരാണോ? നിങ്ങൾ ഈ മുണ്ടൊന്നുമില്ല. നിങ്ങൾ നോക്കുന്നതെല്ലാം കണ്ടാ ഞാൻ കഞ്ചാവാറ്റം വെക്കുമെന്നൊരുത്തെ. നിങ്ങളെല്ലാം വളരെ മാന്യന്മാരായിട്ട് ഈ നോട്ടം തന്നെ നമ്മളെ വിഷയവും. നിങ്ങൾ ഈ നോട്ടം കൊണ്ട് നിങ്ങളെ വീട്ടിൽ കുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യ പരിസരത്ത് വരും. ഞാൻ പഠിച്ചോനാണ് ഞാൻ പറയാം. നിങ്ങൾ ഈ നോട്ടം കൊണ്ട് കുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളും വരൂല, ഭർത്താവ് അങ്ങോട്ടല്ല ആണിക്കൂട്ടിലാറ്റം പോയി കുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ കുറച്ചും കൂടി നല്ലോണം നോക്കണം. കുറച്ചും കൂടി ഒരു വീട്ടിൽ ഒരാൾ വരുമ്പോ ഇങ്ങനെ വരണം എന്ന് തോന്നണം ചങ്ങായി. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഇനിയും മാറേണ്ടിയിരിക്കും. നിങ്ങൾ വർത്താനം പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. എൻ്റെ വീട്ടിലുണ്ട് കുറെ, എനിക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുറെ പെങ്ങളുണ്ട്, എല്ലാ പെങ്ങൾക്ക് ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. ഓലെ ഇരുത്തല നിങ്ങളെപ്പോലെ തന്നെ കേട്ടോ. ഓല് കോനാലല്ല ഇരിക്കുക, ഇങ്ങനെ എന്ത് രസമാണ് ഓല ഇരിക്കുന്നതാണ്. പക്ഷെ അമ്മേന്റെ ശരിക്കുള്ള ഗുണങ്ങളാണെങ്കിൽ അടുക്കള എൻ്റെ അപ്പുറത്ത് പോകണം. എൻ്റെ അമ്മക്ക് ഇത്ര വലിയ നാവുണ്ട്, പക്ഷെ വേറെ ഏടിയും കാണൂല. അവിടെ പോകുമ്പോഴാണ് കളാന്നിങ്ങനെ. ശരിക്കും ആലോചിച്ച് ഇറാഖിലെല്ലാം ബോംബിടുന്ന എൻ്റെ അമ്മയാണ്. ബോംബ് ചിരുട്ടി കൊടുക്കുന്ന കുറെ പെമ്മക്കൾ, മരുമക്കൾ, ഇങ്ങനെ കുറെ ആളുണ്ട് എൻ്റെ അവിടെ. ഞാൻ നോക്കുമ്പോ എൻ്റെ അമ്മേന്റെ അതേ ടീം തന്നെ കേട്ടോ ഇവിടെ. അതേസമയം അമ്മേനെ അച്ഛൻ വിളിക്കുമ്പോ ഇല്ലേ, അതുവരെ ഇത്ര നാവിൽ സംസാരിച്ച എൻ്റെ അമ്മക്ക് സൗണ്ടില്ല, ഇങ്ങനെ ഒരു സൗണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയെ ഒന്ന് ഒച്ചത്തിൽ പറയാറോ? ബഹുമാനം. അതുകൊണ്ട് നിങ്ങളെ കപട ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം ഇങ്ങ് പറഞ്ഞാൽ മതി. എന്റെ ചോദ്യം എന്താ അറിയോ? ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ കള്ളന്മാരല്ലാതായി വളരുക. അതിന് എന്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങൾ കള്ളന്മാരാണോ എന്ന് എന്റെ ചോദ്യം. നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? അതിന് സംശയ ഓരോരുത്തർ നോക്കുക, ആണോ ഇവരെന്താ ഒരു സംശയം എന്നുള്ളൊരു ബോധം അങ്ങ്. അല്ല, നിങ്ങൾ കള്ളത്തികളാണോ? യെസ് ഓർ നോ? നിങ്ങളില്ലേ, എനിക്ക് തിരുവനന്തപുരം നിങ്ങൾ ശബ്ദയില്ലാന്ന് പറയാം. നിങ്ങൾ ഭാര്യയായിട്ടൊന്നും അടികൂടയില്ലേ സാർ? ഉണ്ടാ? ഭാര്യയായിട്ട് നിങ്ങൾ ഭയങ്കര പ്രണയത്തിലാണോ? ലവിടക്കണ്ണ ചായ കുടിച്ചുട അങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്? അല്ല, നിങ്ങൾ ഈ ഭർത്താവോടൊന്നും അടികൂടയില്ല. അല്ല, ഭർത്താവോട് അടികൂടുമ്പോൾ നിങ്ങളൊന്നും എന്തെന്നാ പറയില്ല, അത് കേട്ടാൽ മതി. അല്ല, നിങ്ങൾ ഭാര്യയായിട്ട് അടികൂടുമ്പം ഭാര്യ എന്നാ പറയില്ല, അതൊന്നും കേട്ടാൽ മതി.
എന്റെ ഭാര്യ എന്നോട് അടികൂടുമ്പോൾ ഓള് പറയുന്ന വർത്താനം എന്താ അറിയോ? എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോ വന്നിക്കേനു, ഉണ്ട കണ്ണെ, ആന ചെവിയെ. 10-16 കൊല്ലം കഴിഞ്ഞിട്ട് ഓള് ഇത് തന്നെയാ പറയുന്നത്. ഇത് കേട്ട എന്റെ 7ാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞാറിയോ, അമ്മേ നിങ്ങൾക്ക് ഈ ഉണ്ടക്കണ്ണനെ കഴിച്ചാ പോരെ, ഈ പൊട്ടനെ കഴിക്കണമെന്ന്. പിന്നെ എങ്ങനെയാ കുടുംബം എന്ന് പറയുന്ന സാധനം മുന്നോട്ട് പോവുക? അപ്പൊ ഉമ്മക്ക് കിട്ടിയാലെല്ലാം നമ്മൾ അസംതൃപ്തരാണ്. പോരാ പോരാ പോരാ. പിന്നെ എങ്ങനെയാ കുടുംബം തന്നാവുക? അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം വായി തുറന്നിട്ട് ഭർത്താവിനോട് പറയുന്ന അതേ ശബ്ദത്തിൽ എല്ലാവരോടും സംസാരിക്കുക. കാരണം ഭർത്താവിനോട് മാത്രം ചവിട്ടി വരക്കേണ്ട ആളല്ല ഭർത്താവ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾ കള്ളത്തികളാണോ? കണ്ട ഒച്ച ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ കള്ളന്മാരാണോ? ഹൂ ഈസ് കള്ളൻ? ആരാണ് കള്ളൻ? അത് ശരി, അതും അറിഞ്ഞൂടാ നിങ്ങൾ ഇപ്പൊ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു 10-15 വയസ്സുള്ള റോഡ് കൂടി നടന്നുകൂടാന്ന് പറഞ്ഞു. അവൻ അറിയില്ല, പാപം. റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന് അവൻ അറിയില്ല. കള്ള് കുടിച്ചാൽ കള്ള്. നിങ്ങൾ ഇത്രയും വലുതായിട്ട് കള്ളനാരാന്ന് ചോദിച്ചാൽ നിങ്ങളും ചോദിക്കും എന്നോട്, ഹൂ ഈസ് കള്ളൻ? കള്ളൻ എങ്ങനെയാ ഉണ്ടാവുക? അവളോടോ എങ്ങനെയാണ് കള്ളൻ ഉണ്ടാവുക? കറുത്തുരുണ്ട്, ഉണ്ടക്കണ്ണ്, ആനച്ചെവി, വെളിച്ചെണ്ണയെല്ലാം പെരട്ടി, ഇങ്ങനെ അല്ല, അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കണ്ട കള്ളൻ? എന്നാ നിങ്ങൾ പോട്ടെ, അതും വിട്ടേക്ക്. കള്ളൻ എങ്ങനെയെങ്കിലും ആവട്ടെ. ഒരു കള്ളനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? കള്ളനെ രാത്രി ഇങ്ങനെ കള്ളനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുറെ ആൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിലവിളിക്കും, കുറച്ചാൾ ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കോണ്ടടിക്കും, കുറെ ആൾ പോലീസിനെ വിളിക്കും. ഇങ്ങനെയൊക്കെ നാമൂസ് ഇളക്കുന്നത്. നിങ്ങളെ മനസ്സിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ 22 കള്ളം കയറിയ വീട്ടിൽ പോയി. 22 വീട്ടിൽ കള്ളം കയറിയ വീട്ടിൽ പോയിട്ട് ആടുത്ത മനുഷ്യന്മാരോട്, ചെല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കോണ്ട് അടിക്കറേനോ, നിങ്ങൾക്കൊന്ന് നിലവിളിക്കറേനോ, ഒന്നുങ്ങൾക്ക് പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞപ്പോ ഈ 22 വീട്ടുകാരും പറഞ്ഞെന്നാ അറിയോ? ആ വീട്ടുകാരുടെ ടീമിന് കേട്ടോങ്ങളും. ആ വീട്ടുകാർ പറഞ്ഞു അങ്ങനെയല്ല ഉണ്ടേനും, ചെയ്യണം എന്നൊക്കെ ഉണ്ടേനും, പക്ഷെ കള്ളനെ കണ്ടപ്പം തുപ്പലിറങ്ങിപ്പോയി. അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയോ? ഇങ്ങനെ തുപ്പലിറങ്ങിയത് മാത്രമല്ല, ഈ 22 എണ്ണത്തിന് 4 ആൾക്ക് ശ്വാസം മുട്ടി ഇങ്ങനെ ഇങ്ങനെ. ആ 4 ആള് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കള്ളനാവുമല്ലോ. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളെ ഔദാര്യം, നിങ്ങളെ ജീവിതം കള്ളന്റെ കയ്യിലാണ്. ആ കള്ളം കൊണ്ടുപോയിക്കില്ല പോലെല്ലാം ചത്തോണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ നാമൂസ് മാത്രമല്ല, ഇരുത്തവും നോട്ടെല്ലാം ഭയങ്കരമാണ്. പക്ഷെ ഒരു കള്ളനെ എങ്ങനെ പ്രതിരോധിക്കണം നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? നിങ്ങൾ എന്താണ് ഇത് ഇത്രയും കാലം പഠിച്ചത്? പോട്ടെ, ഇനി കള്ളൻ ആരാന്ന് പഠിച്ചാൽ നമ്മളെ പ്രശ്നം തീരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാധന? നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? വെരി ഗുഡ്. നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കാം, നിങ്ങൾക്ക് സൗദി അറേബ്യ ജീവിക്കാം, നിങ്ങൾക്ക് ഉഗാണ്ടയിൽ ജീവിക്കാം, എവിടെയെങ്കിലും ജീവിച്ചോ. പക്ഷെ എനിക്കതൊന്നും വിഷയം. പക്ഷെ ഇപ്പൊ ഇന്ത്യയിലാണോ ജീവിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ കുറെ നിയമങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. എല്ലാ രാജ്യത്തുണ്ട്. സൗദി അറേബ്യയിലും കുവൈത്തിലും ഇറാഖിലും പിന്നെ എല്ലായിടത്തും നിയമങ്ങളുണ്ട്. പക്ഷെ ഓരോ രാജ്യത്തെ മനുഷ്യന്മാർക്ക് അനുസരിച്ചിട്ടാണ് നിയമങ്ങൾ. ശരിയാണോ തെറ്റാണോ? എന്റെ മുമ്പിൽ കുറെ പ്രവാസികളല്ലേ? സൗദി അറേബ്യയിലുള്ള നിയമമല്ല ഇന്ത്യയിലെ നിയമം. ഇന്ത്യയിലെ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇന്ത്യയിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നിയമമുള്ളത്. സൗദിയിൽ തെറ്റ് ചെയ്തു എന്ന് കേട്ടായില്ലേ, ഓന്റെ കാര്യം പോക്കാം. ശരിയാണോ തെറ്റാണോ? കുവൈത്തിലെ ജയിൽ കാണണം. കിടക്കുവാൻ പറ്റുമെന്ന് വെച്ചാൽ കിടക്കാം, ഇരിക്കുവാൻ പറ്റുമെന്ന് വെച്ചാൽ ഇരിക്കാം. പക്ഷെ ഇരുന്നൂടെ എന്ന് വെച്ചാൽ ഇരുന്നൂടാ, കിടന്നൂടെ എന്ന് വെച്ചാൽ കിടന്നു. അങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു 2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിടന്നായില്ലേ പിന്നെ ഓനില്ലേ ജന്മത്തില്. ഇനി ഓസ്ട്രേലിയയിലേക്ക് പോയാലില്ലേ, ഓസ്ട്രേലിയയിലെ പോലീസ് വണ്ടിയിൽ ഒരാളെയും കയറി. നിങ്ങൾ റോഡ് വന്നിട്ട് അടികൂടി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കഴുത്ത് പിടിച്ചെന്ന് പറഞ്ഞ് പോലീസിന് വിവരം അറിയിച്ചാലില്ലേ, പോലീസ് വന്നാൽ പിന്നെ ഓല കയ്യിൽ തോക്കുമല്ല ഉണ്ടാവും. അവിടെ വെടിയും വെക്കുമല്ലോ, എന്തും ചെയ്യും. ഓല പോലീസ് വണ്ടിയിലേക്ക് നിങ്ങളെ കയറ്റൂല. അത് പരാതിക്കാരനെയും കയറ്റൂല, അടി കൊണ്ടോനെയും കയറ്റൂല, ആരെയും കയറ്റൂല. അത് നമ്മളെ ഒരു നായ്ക്കൂട് പോലത്തെ ഒരു സാധനം വരുമ്പോഴും ആ നായ്ക്കൂട് പോലത്തെ സാധനം വന്നിട്ട് ഈ പ്രതിനെയും മറ്റോനെയും ആ നായ്ക്കൂട്ടിലിട്ടിട്ട് ഈ ടൗണിൽ കൂടി വലിച്ചു കൊണ്ടുപോകുമ്പോഴും. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ ഈ കോട്ടയം പോയിലൂടെ നമ്മൾ 2 ആളും കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചോ നിങ്ങൾ? നായ്ക്കൂട് പോലത്തെ ഇങ്ങനത്തെ പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്മാരും ഒരു റോഡും വന്ന് ഒരാളും അടികൂടില്ല. ഒരു പ്രശ്നമാണ് ഉണ്ടാവുക. കാരണം നായ്ക്കൂട്ടിക്കാരുന്ന പ്രശ്നം പേടിച്ചിട്ട്. ഇവിടെയോ ഒന്നങ്ങ് ചെയ്താലില്ലേ നമ്മള് രാജാവായിട്ടാ പോവാ. പിന്നെ എങ്ങനെയാ നാട് വന്നോവാ? അപ്പോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ നിങ്ങളൊന്നും കൂടി ആലോചിച്ചോ, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെ ജീവിക്കണമെന്നും ജീവിക്കരുത് എന്നും പറഞ്ഞ നിയമങ്ങളുണ്ട്.
മനസ്സിലായില്ലേ? ഈ നിയമത്തിന് എതിരായ പ്രവർത്തനത്തെയാണ് നമ്മൾ കുറ്റം എന്ന് പറയുക. കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിന് എതിരായ പ്രവർത്തനം. എഗെയിൻസ്റ്റ് ലോ, ദാറ്റ് ഈസ് ക്രൈം. കുറ്റം ചെയ്തവന്റെ പേരാണ് കുറ്റവാളി അഥവാ കള്ളൻ. അതായത് ഇന്ത്യയിലുള്ള നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവന്റെ പേരാണ് കള്ളൻ. ഇനി സൗദിയിൽ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവന്റെ പേര് ആടത്ത കള്ളൻ. അമേരിക്കയിലെ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവന്റെ പേര് ആടത്ത കള്ളൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയിലെ നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവൻ. കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പഠിച്ചത് എന്താ? നിയമത്തിന് വിരുദ്ധമായത് കുറ്റം, കുറ്റം ചെയ്തവൻ കുറ്റവാളി അഥവാ കള്ളൻ, കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്. അപ്പൊ നിങ്ങളെ വീട്ടിൽ കള്ളൻ കാര്യങ്ങൾ പറയില്ലല്ലോ. പ്രഭു പാവം, അവന്റെ വീടിന് ഗതിയില്ലാത്തത് കൊണ്ടാണല്ലോ ആ തമ്പുരാൻ വീട്ടിലേക്ക് വന്നതെന്നൊന്നും പറയില്ലല്ലോ. തച്ചു കൊല്ലുന്നതന്നെയല്ലേ പറയാ. അപ്പൊ സ്വാഭാവികമായിട്ട് കള്ളൻ ശിക്ഷിക്കപ്പെടണമെന്ന് സാമാന്യമായ ഒരു ബോധമാണ്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ കള്ളൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കുമോ? ശിക്ഷിക്കുമോ? ശിക്ഷിക്കണം, ഇല്ലെങ്കിലോ നന്നാവൂല. അതിന് നിങ്ങൾക്ക് വല്ല നിയമം അറിയാമോ? പോട്ടെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? നിങ്ങൾ കള്ളത്തികളാണോ? വെരി ഗുഡ്. നിങ്ങൾ കള്ളന്ന് കേൾക്കുന്നേ ഇഷ്ടമല്ല. എന്നാൽ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളി. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. കുറ്റം ചെയ്തവന്റെ പേരെന്താണ്? കള്ളൻ. അല്ല, നിങ്ങൾക്ക് എക്സൈസ് ആക്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ യെസ് പറയുമോ നോ പറയുമോ? നോ എന്നാണെങ്കിൽ യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ എടുത്തേക്ക് പോകണം, ജയിലിലേക്ക് പോകണം. അല്ല, നിങ്ങൾക്ക് സ്ത്രീധന നിരോധന നിയമം അറിയാമോ എന്ന് വെച്ചാൽ നോ എന്ന് പറഞ്ഞാൽ യു ആർ അണ്ടർ അറസ്റ്റ്, നിങ്ങൾ ജയിലിലേക്ക് പോകണം. ഇനിയിപ്പോ ഈ സ്റ്റേജ്, ഈ സദസ്സിൽ എത്ര കള്ളന്മാരല്ലാത്തവരുണ്ട്? ഒന്ന് പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പോയത്താൻ മനുഷ്യന്മാരായിട്ട് ഞാനിത് പറഞ്ഞപ്പോ ആദ്യം കള്ളനെന്ന് വിളിച്ചപ്പോ കുറച്ചൊക്കെ ദേഷ്യം പിടിച്ചു. ഞാനോ എന്റെ കുടുംബം അങ്ങനെ ഇതുവരെ ആയിക്കില്ല. ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും വരാം. ശരിക്കും ക്ലാസ് എവിടെ എടുക്കേണ്ടത്? ജയിലിൽ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പറയുന്നത് കള്ളനെ കണ്ടാൽ ആക്കിട്ടു. അതുകൊണ്ടാണ് കേരള പോലീസിനോട് കൃത്യമായിട്ട് പറഞ്ഞത്, പോലീസെ ഇനി കള്ളന്റെ കൂടെ നടക്കുമ്പോൾ യൂണിഫോം ഇട്ടിട്ടേ നടക്കാവൂ. കാരണം എന്താ അറിയോ? നിങ്ങളെ കാഴ്ചപ്പാടിൽ പോലീസിനെയും കള്ളനെയും കണ്ട പോലീസിനെ കാണുമ്പോ കള്ളന്റെ ലുക്ക്. കാരണം കറുത്ത് കരുവാളിച്ചത് പോലീസാണല്ലോ. ഓനാണല്ലോ രാത്രി ഉറക്കൊഴിയുന്നത്, ഓനാണല്ലോ പൊരിവേലത്ത് നിൽക്കുന്നത്. കള്ളൻ AC വരിക, കക്കുവാ പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കള്ളനെ മനസ്സിലാക്കാൻ പറ്റണം. ഇനി നിങ്ങളെ വീട്ടിൽ കള്ളന്മാർ ഉണ്ടാവില്ല ഒരിക്കലും. ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ നിയമങ്ങൾ അറിയണം. ഇന്ത്യയിലെ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ്. 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേരെന്താ? കുട്ടി. ആ കുട്ടിക്ക് 4 പ്രത്യേകതയുണ്ട്. ഒന്ന്, കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ് പോലും. അവിടെ ചങ്ങായി എനിക്കെല്ലാം ഭയങ്കര ബുദ്ധിയാ പോലും. പക്ഷേ വേണ്ടാത്ത ബുദ്ധിയായിരിക്കും പോലൈറ്റേക്ക്. ഒന്നും വേണ്ട ചെയ്യൂല. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ക്ലാസ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്നും ആരും തുടർന്ന് പറഞ്ഞില്ലേ, അതിൽ 3-4 ആളാ. എന്താ തൊട്ടാലെന്താ, അത് ഞാൻ തൊടാണ്ടെന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ആ മരത്തുമ്മക്കാരെന്ന് പറഞ്ഞാൽ ആന്താ കാര്യാല് നമ്മൾ പോകുമ്പോ ഒന്നിങ്ങനെ താത്തി ഇങ്ങനെ പൊന്തിച്ചേരും. അങ്ങനെ എല്ലാത്തിനും എതിരായിരിക്കും ഈ കുട്ടികൾ. രണ്ടാമത്തെ പ്രത്യേകത, ഈറ്റ കൊടുക്കത്ത ധൈര്യം. പ്രായം കൂടുന്തോറും പേടി കൂടും, പ്രായം കുറയും തോറും പേടി കുറയും. ഒരു പേടി ഉണ്ടാവില്ല ഈറ്റേക്ക്. ശരിയാണോ തെറ്റാണോ? മൂന്നാമത്തെ പ്രത്യേകത, ഉപദേശം ലെവലേസ് ഇഷ്ടമല്ല ഈറ്റേക്ക്. ഉപദേശം കേൾക്കുമ്പോൾ ഈറ്റേക്ക് ചെയ്താൻ പിടിക്കും. ശരിയാണോ തെറ്റാണോ? വെരി ഗുഡ്. കണ്ടില്ലേ? നാലാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾ പറയുന്നത് എന്താ അറിയോ? 18 വയസ്സുള്ള മനുഷ്യൻ പറയാ, ഞാൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. ഓല് ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. ഉമ്മ ഇതിൽ ഇടപെടണ്ട, ഇങ്ങനെ പറയിട്ടില്ല. ബാപ്പക്ക് എന്തറിയാ, നിങ്ങളെ കാലം ഇപ്പത്തെ കാലം ഐറ്റികൾ ചോദിക്കും. ശരിയാണോ തെറ്റാണോ? അത് ഐറ്റികളെ കുഴപ്പമില്ലെന്ന്. 18 വയസ്സുള്ള കുട്ടികളെ തലച്ചോറ് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമം പറയുന്നത് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അന്തം വിട്ട ബുദ്ധിയാണ്. അതുകൊണ്ട് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു, 18 വയസ്സുവരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവണം. 18 വയസ്സ് ഈറ്റൽ ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. അപ്പം പറയണം, ഇത് പൊട്ടത്തെറ്റാണ്, ഇനി ചെയ്യരുത്, കൊടുക്കണ്ടാകും, കൊടുക്കണം. ഇനി ഈ സംഘടനയ്ക്ക് നിയമമുണ്ട്.
ഈ സംഘടനയ്ക്ക് നിയമത്തിന് എതിരായി പ്രവർത്തിക്കുന്നവൻ നിയമവിരുദ്ധനാണ്. പാർട്ടി ഈ സംഘടനയുടെ നിയമ നടപടികൾക്ക് അവൻ വിധേയമാകും. ശരിയാണോ? എല്ലാവർക്കും തോന്നിയ പോലെയാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്? അല്ല, ഈ സംഘടനയ്ക്ക് കൃത്യമായി ബൈലുണ്ട് അല്ലെ? അത് തന്നെയാണ്. വീട്ടിൽ അതേപോലെ നിയമം ഉണ്ടാവണം. ആ വീട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് മക്കളും ഭർത്താവും ഭാര്യയും ജീവിക്കണം. അല്ലാണ്ട് കുട്ടിയൊക്കെ അനുസരിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. എന്റെ ഭാര്യയോട് ഞാൻ പറയുന്നുണ്ട്, ഭാര്യയെ 18 വയസ്സൊരു ഈറ്റകൾ കുട്ടിയല്ലേ, ഈറ്റകൾ നമ്മളല്ലേ പിടിക്കേണ്ടത്? നിയമം പറയുന്നത് അങ്ങനെയല്ലേ, നമ്മൾ പിടിക്കണം. ഓള് പറഞ്ഞു ഓരോട് എന്നാലോ, ഇപ്പം പിടിക്കണ്ട, ഇപ്പം പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? ഓള് പറയാ പാട്ട് 15 വയസ്സായിട്ട് ഒരു ഒറ്റപ്പെടുത്താവും. എനിക്ക് ചിരിയരുത്. എന്താ അറിയോ, ഇവളെ ഏടിയാ പെണ്ണ് പിടിക്കുവാന്നില്ല, അധികവും നമ്മളെ കഴുത്ത് പിടിച്ചായിട്ട് മുരുണ്ടി കിട്ടി. 8ാം ക്ലാസ്സിലൊക്കെ കുട്ടിയാണല്ലോ, അമ്മേന്റെ കൈ പിടിച്ച് കാല് പിടിച്ച് അപ്പുറത്ത് മുരുട്ടി കഴിയും. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പറയാം, 5 വയസ്സായിട്ട് പിടിച്ചിട്ടുണ്ട് ഐറ്റകൾ നിങ്ങളെ കൊല്ലും. അത് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടികളെ കുറിച്ചിട്ട് പറഞ്ഞത്. അതും കൂടി കേട്ടോളൂ. നിങ്ങൾ കേൾക്കേണ്ട വേറൊന്നുമല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രത്തിന്റെ ഇതിനു മുമ്പേ മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ളത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ എന്താ അറിയോ, നിങ്ങളെ മക്കൾ എന്തുകൊണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളെ മക്കൾ അനുസരിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളെ മക്കള് പിന്നെ രാത്രി 10 മണിക്ക് ഉറങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ മക്കൾ കൃത്യമായി പഠിക്കണമെങ്കിൽ, കൃത്യമായി ജീവിക്കണമെങ്കിൽ, ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടോളി. നിങ്ങളെ മക്കളുടെ തലച്ചോറ് 4 വയസ്സിൽ പരിപൂർണമായി വളർച്ച പൂർത്തിയാക്കുക. ആ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് കുട്ടിയുടെ ശീലം, അതാണ് കുട്ടിയുടെ സംസ്കാരം, അതാണ് കുട്ടിയുടെ സ്വഭാവം. അപ്പൊ 4 വയസ്സ് നിങ്ങളെ കുട്ടി എന്തുകൊണ്ട് 6 മണിക്ക് എണീക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ 4 വയസ്സ് മുതൽ ആ കുട്ടീനെ എണീപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് കുട്ടി അടുക്കളക്കാരി 10ാം ക്ലാസ്സിലെ കുട്ടി പാത്രം കഴുകുന്നില്ല എന്ന് വെച്ചാൽ 4 വയസ്സ് മുതൽ ആ കുട്ടി അടുക്കള കണ്ടിട്ടില്ല. എന്തുകൊണ്ട് വാപ്പേന്റെയും ഉമ്മേന്റെയും കൂടി കല്യാണ വീട്ടിലേക്ക് 10ാം ക്ലാസ്സിലെ ചെക്കൻ വരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ 4 വയസ്സ് മുതൽ ആ കുട്ടീനെ കൈ പിടിച്ച് കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോയില്ല. എന്തുകൊണ്ട് ഈ സദസ്സിലേക്ക് നിങ്ങളെ +2 പഠിക്കുന്ന ചെക്കൻ വന്നില്ല, മകൾ വന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ ആ കുട്ടീനെ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ല. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങളെ കുട്ടികൾ നന്നാവണമെങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിൽ ശ്രമിക്കണം? 4 വയസ്സ് മുതൽ ശ്രമിക്കണം. ഇത് തന്നെ നമ്മളെ കാരണവന്മാർ പണ്ട് വിളിച്ചു പറഞ്ഞത് ചൊട്ടയിലെ ശീലം. അത് ശരി, എല്ലാം നിങ്ങൾക്ക് അറിയാം, എന്നിട്ടാണ് ഈ ചൊട്ടേനെ അങ്ങ് വിട്ടുവിട്ടത്. അതുകൊണ്ട് ചൊട്ട് കിട്ടേണ്ടത് നിങ്ങൾക്കാണ്, ചൊട്ടകൾക്കല്ല. മനസ്സിലായി? അതുകൊണ്ട് ഇന്നു മുതൽ ഓർമ്മിച്ചോ. അതുകൊണ്ടാണല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്രയും ശക്തമായി നിലനിൽക്കാൻ കാരണം എന്താ? 4 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ കിട്ടുന്ന കൃത്യമായ മതപഠനം. ശരിയാണോ തെറ്റാണോ? ആ മതപഠനത്തിൽ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ശിഹാബ് തങ്ങളെ, അവരെ പേര് മറന്നുപോയി, അവരെ കണ്ടപ്പോൾ കാസർഗോഡുള്ള ഒരു പള്ളിന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ കണ്ടിരുന്നു. അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ ചോദിച്ചു എന്ത് ചെയ്യണം നമ്മളെ തലമുറയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മദ്രസ പഠനത്തിൽ ഈ ലഹരിയും കൂടി അങ്ങ് ഉൾപ്പെടുത്തണം. ആ ചെറിയ പ്രായത്തിൽ നമുക്ക് കുട്ടിയുടെ തലച്ചോറിലേക്ക് ഈ ആപത്തിനെ കുറിച്ച് പഠിപ്പിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളിലും വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെന്ന് മുസ്ലിം സമുദായത്തിന് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. 5 പ്രാവശ്യം നിസ്കരിക്കാൻ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. ശരിയാണോ തെറ്റാണോ? ഒരു മാസത്തില് ഒരു കൊല്ലത്തില് വ്രതാനുഷ്ഠാനം ഇത്രയേറെ ശക്തമായി എടുക്കുന്ന വേറെ ഏത് മതവിഭാഗം അവിടെ ഉള്ളത്? പക്ഷെ അതേ സമയം തലതിരിഞ്ഞു പോകുന്ന കുറെ മക്കളും ഈ ലോകത്തുണ്ട്. ശരിയാണോ? അതുകൊണ്ട് അവരെ എല്ലാം നമ്മൾ കുറ്റം പറയേണ്ടത്. അവരുടെ തലച്ചോറിലേക്ക് ഈ ആപത്ത്. ഇത് ഇനിയിപ്പോ ഞാൻ പറയാം, അമേരിക്കയില്ല, എന്റെ മരുവള മോൻ പഠിക്കുന്ന അമേരിക്കയില്ല. എന്റെ മോൻ ഇവിടുത്തെ 4ാം ക്ലാസ്സിലും ഓൻ ആടുത്ത 4ാം ക്ലാസ്സിലും ചിരിച്ച് മരിച്ചു 2 കണ്ടാല്. നിങ്ങൾ വേണമെങ്കിൽ അടുത്ത മാർച്ചിലോ വരും, മാർച്ചിലാ വരിക. എന്റെ ചെക്കൻ ഇങ്ങനെ നടക്കുന്ന ഒരു ചെക്കൻ, ആ അമേരിക്കയിലെ ചെക്കന് എഴുത്തും വായന അറിയില്ല. 4ാം ക്ലാസ് വരെയാണ് എഴുത്തും വായനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ആ 4ാം ക്ലാസ്സിൽ അമേരിക്കയിലെ ചെക്കന് സൈക്കിൾ എങ്ങനെ എടുക്കണമെന്നും അതിമേൽ എങ്ങനെ കാരണമെന്നും എങ്ങനെ ഓടിക്കണമെന്നും അറിയാം. ആ ചെക്കൻ ഈ റോഡുമേലിട്ടാലോ റോഡുമേ കൂടി എങ്ങനെ നടക്കണമെന്നോ കാണിച്ചു തരും. എന്റെ വീട്ടിൽ വന്ന ആ ചെക്കൻ കുടുങ്ങും. ഓൻ ഏടെ പോകുമ്പോൾ ക്യൂല. എന്റെ വീട്ടിൽ ഒരു ആഘോഷമുണ്ട്, എന്നിട്ട് കുറെ ആളുണ്ടാവും. ഈ ചെക്കൻ കക്കൂസിലെല്ലാം പോയിട്ട് ക്യൂ നിൽക്കും. എന്റെ അമ്മക്ക് എന്ത് ക്യൂ, ഇവനിങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിനെ തട്ടിയിട്ടിട്ട് അമ്മ അങ്ങും. ഇവൻ വൈകുന്നേരം വരെ നിപ്പ് എന്നെ നിപ്പ്. മനസ്സിലായില്ലേ? ഇവിടെ എന്ത് സിസ്റ്റാണുള്ളത്? ആ ചെക്കന് ശരിക്കും ബസ് കയറുമ്പോൾ ഗർഭിണീനെ കണ്ട് എണീറ്റുള്ളൂ.
LKG പഠിപ്പിക്കുന്ന സംഗതി ആടെ അത് ഇവിടെയാ ജനിക്കുമ്പോ തന്നെ ആപ്പിൾ ബീഫർ ടിങ്കിൾ ടിങ്കിൾ ഈ ചെക്കന എവിടെയും കല്യാണപ്പോരെ കൊണ്ടുപോകുമ്പോ പാടറാ പാട്ട് ഈ അന്നാ മുട്ടോണ്ട് ടിങ്കിള് 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 എന്ന് പറയുമ്പോ ഉമ്മ ഇങ്ങനെ പൊന്തുക. എന്ത് ടിങ്കിള്? ഇനിയിപ്പം പറയാം, ഈ കേരളത്തിലെ പുതിയ ട്രെൻഡ് എന്താണെന്ന് അറിയോ? ഒരു ബോധവും ഇല്ല ഇവിടുത്തെ മനുഷ്യന്മാർക്ക്. ഇവിടെ കേരളത്തിൽ 40-30% ആളുകൾക്ക് പ്രമേഹം വരുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? പ്രമേഹം വന്നാൽ കാർബോഹൈഡ്രേറ്റ് തിന്നാൻ പാടില്ല, ചോറ് തിന്നാൻ പാടില്ല. എന്നിട്ട് എന്റെ മോനെയല്ല ഇപ്പോഴേ ഓള് തീറ്റിക്കുക. 30 വയസ്സിൽ പ്രമേഹം വന്നാൽ അത് തിന്നുന്ന ഒറ്റ ചായിട്ട് അങ്ങനെ കേട്ടാൻ പറ്റുമോ? അപ്പൊ കേരളത്തിൽ പ്രമേഹം ഉണ്ടെങ്കിൽ ചോറിന്റെ അളവ് ഇപ്പോഴേ ചെറുപ്പത്തിലെ കുറച്ചുകൊണ്ടേരണ്ടേ? എന്റെ ഭാര്യക്ക് എല്ലാത്തിലും പ്രശ്നം. നിങ്ങളെ വീട്ടിലല്ല കേട്ടോ, ഞാൻ കോട്ടായം പോയില്ല ഭാര്യമാരെ കുറിച്ചല്ലേ പറയുന്നത്. എന്റെ ഭാര്യക്ക് പ്രശ്നം എന്ന് പറയുക ഈറ്റകൾ കുറെ തിന്നണം, ബുക്ക് കാണും അപ്പാട് വായിക്കണം. അതാ ഓക്കുകൊണ്ട് ഈറ്റകളെ ഒരു അടുക്കളപ്പണി പഠിക്കണമെന്നോ ഇതൊന്നും നോക്കില്ല. ഈറ്റകളെ കാണും അന്നേരം പടി തിന്ന് കുളി പടി ഇത് മാത്രമേ. എന്നാൽ ഈറ്റയൊക്കെ എന്തെങ്കിലും നന്ദിയുണ്ടോ? നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ ചിരിച്ചു മരിച്ചു. ഞാൻ വെറുതെ ക്ലാസ് എടുത്തില്ല. ഈ 2 എണ്ണം കോനാലിങ്ങനെ 8:10 ആയിട്ടുള്ള വണ്ടി വരും, സ്കൂളിൽ പോകുന്ന വണ്ടി. 8 മണിക്കുണ്ടാവും ഈറ്റ കോന കുത്തിഞ്ഞിങ്ങനെ പാമ്പ് കിടന്ന പോലെ കിടന്നു. ഭാര്യ ഈ തിന്നിക്കില്ല എന്നിട്ട് എന്നാ തിന്നിക്കില്ലെങ്കിൽ ഐറ്റേക്ക് തിന്നു കൊടുക്കും. ഓള് തന്നെ തിന്നോ കുറെ തിന്നിക്കില്ല പറഞ്ഞു. അയ്യോ വണ്ടി വന്നോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എന്നാൽ ഈറ്റകളെല്ലാം ഓടിപ്പിക്കട്ടെ. ഈറ്റകൾ അന്നേരം പാമ്പിനെ പോലെ. സ്കൂളെ പ്രൊജക്ട് ചെയ്തിക്കില്ല എന്ന് കുറെ ചപ്പെടുത്തിട്ട് ഓള് തന്നെ ഒട്ടിക്കുക, കുറെ ചിത്രം പെട്ടിട്ട് ഓള് തന്നെ ഒട്ടിക്കുക. എന്നിട്ട് ടീച്ചറെ വേഗിലിട്ട് കൊടുത്തിട്ട് ഇറക്കായി സ്കൂളിലെ ടീച്ചറെ കാണുമ്പോൾ കുത്തിച്ചിക്കുമെന്ന് തോന്നുന്നു. സ്കൂളിലെ ടീച്ചറിലെ ഇവള് കൊണ്ടുപോയ പ്രൊജക്ടിന് ശരിയിട്ടിട്ട് എക്സലന്റ്, വെരി ഗുഡ്. ഇത് കണ്ടിട്ട് ഓള് പണ്ടൊന്നും എനിക്ക് കിട്ടിയില്ല, ഇപ്പാ കിട്ടുന്നതെന്ന്. പിന്നെ എങ്ങനെയാ എന്റെ മക്കള് നന്നാകുക? ചൊട്ടയിൽ തന്നെ സ്കൂളെ പ്രൊജക്ട് ഭാര്യ ചെയ്തു കൊടുത്താൽ കുട്ടിക്ക് തിരിയോ? കുട്ടി വിചാരിക്കും എല്ലാം അമ്മ അങ്ങ് ചെയ്തോളും. ശരിയാണോ? ഓന് കുളിക്കേണ്ടതൊന്നും തിരിഞ്ഞിക്കില്ല, ഓന്റെ ബുക്ക് എടുത്ത് വേഗിൽ വെക്കേണ്ടതൊന്നും തിരിഞ്ഞിക്കില്ല. ഇനി ഓനെ ടൂറിന് വിട്ടിക്കില്ല, ഓൻ തൂങ്ങി ചത്താളി. ഈ 5ാം ക്ലാസ്സിലെ കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത പേപ്പറിൽ വന്നു. നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ എന്റെ 92 വയസ്സിൽ അമ്മ ഉണ്ട്, എനിക്ക് 93ാമത്തെ വയസ്സായപ്പോ ആ 92 പേപ്പർ അങ്ങ് കൊടുത്തു. നമ്മൾ വായിക്കി 92 ഒറ്റ വായനയായി. എന്നിട്ടില്ലേ എന്റെ അമ്മ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ചിരിയ. ഞാൻ ചോദിച്ചല്ലമ്മ നിങ്ങൾ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോ അപ്പടി ചിരിക്കുക, നിങ്ങൾക്ക് എന്ത് നന്ദിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഞാൻ ചിരിച്ച അതിനല്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ നിങ്ങൾ ചിരിച്ചത്? ഇങ്ങനെ ടൂറിന് വിട്ടിട്ട് മരിക്കുന്നതാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ എന്റെ അച്ഛൻ എന്നെ ടൂറിന് വിട്ടിട്ടില്ലല്ലോ. അങ്ങനെ മരിക്കുവാണെങ്കിൽ ഇനി ഇവിടെ മരിച്ച് ആടണ്ടേ എന്ന് എന്റെ അമ്മക്ക് തോന്നിയത്. അന്നേരം ഞാൻ ആലോചിച്ച് എന്റെ അച്ഛൻ എന്നെ ടൂറിന് വിട്ടിട്ടില്ല, ഞാൻ മരിച്ചിനോ? എന്റെ അച്ഛന് എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിട്ടില്ല, ഞാൻ മരിച്ചിനോ? ഇപ്പം കുറ്റി പോലെ ഈ മൈക്കൊക്കെ പുറകിൽ ഞാൻ നിൽക്കുന്നില്ലേ? എന്തുകൊണ്ട്? ഉമ്മക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. കാരണം എന്താ അറിയോ, ഉമ്മക്കൊരു ജീവിതത്തിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും ചത്തുവെന്നൊന്നും, മുടി ഇങ്ങനെ വെട്ടിയെങ്കിലും ചത്തുവെന്നൊന്നും ഉമ്മക്ക് വിശ്വാസമില്ലായിരുന്നു. ഉമ്മക്ക് കുറെ കളിക്കണം, കുറെ കിട്ടിയാൽ തിന്നണം, കുറെ ഉറങ്ങണം. ശരിയാണോ തെറ്റാണോ? മാഷന്മാർ പരീക്ഷ തോറ്റപ്പോ കീറിയിട്ടെന്ന് അത് മുഴുവൻ നമ്മള് വെയിറ്റ് വാങ്ങിയില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് നല്ല സുഖമുണ്ട്. മാഷന്മാർ എന്റെ എലിക്കുട്ടി ടീച്ചർ സുബൈദ ടീച്ചറുള്ള നുള്ളിന് കണക്കില്ല. പക്ഷെ എനിക്ക് സുബൈദ ടീച്ചർ അന്നേരം തച്ചു കൊല്ലണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയോ, കൊല്ലാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ഈ മൈക്കൊക്കെ പുറകെ നിൽക്കുന്ന എന്തുകൊണ്ടാന്ന് അറിയാം, സുബൈദ ടീച്ചർ നുള്ളും സൂപ്പി മാഷ അടിയും കൊണ്ടാണ്. എനിക്കൊരു വിഷയമില്ലല്ലോ, ഞാൻ തൂങ്ങിച്ചെത്തിക്കുന്നില്ല. മാഷ അടിച്ചിട്ട് ഞാൻ തൂങ്ങിച്ചെത്തില്ലോ. നിങ്ങളെ തലശ്ശേരിയിലല്ലേ കഴിഞ്ഞ ദിവസം മുടി എന്തോ മുറിച്ചതിന് അച്ഛനും ഉപ്പയും ഉമ്മയും നാട്ടുകാരും അച്ഛനെല്ലാം കൂടിയിട്ട് മാഷ കാലിന്റെ മുണ്ട് തച്ചൊടിച്ചു കഴിഞ്ഞത്. അങ്ങനെയായിരിക്കണം കേട്ടാ. കുട്ടികളോട് എന്തെങ്കിലും പറയുമ്പോഴേക്കില്ല അങ്ങ് താച്ചങ്ങ് ഓടിച്ചാരണം. അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങള്. കുട്ടീനെ പഠിപ്പിക്കേണ്ട സംസ്കാരം എന്താ അറിയുള്ളൂ? കുട്ടീനെ പഠിപ്പിക്കേണ്ട സംസ്കാരം കുട്ടിക്കോട് പറയണു. സ്കൂളിൽ നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ചിട്ടാണ് ഇനി ജീവിക്കേണ്ടത്. സ്കൂളിൽ 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുമെങ്കിൽ സ്കൂളിലെ നിയമം 10 മണിക്ക് എല്ലാ കുട്ടികളും ക്ലാസ്സിലിരിക്കുക എന്നതാണ്. അതാണല്ലോ നിയമം. കുട്ടി 10:05 വരുന്നതെങ്കിലോ മാഷ് തടഞ്ഞാടെ നിർത്തണം. ചങ്ങായി സമയത്രയടാ? അവൻ 10:05. എത്ര മണിക്കാ ബെല്ലടിക്കുക? 10 മണി. സ്കൂളിലെ നിയമം എന്താ? 10 മണിക്ക് ക്ലാസ്സിൽ എത്തണമെന്ന്. ഇനി എത്ര മണിക്കാ വന്നത്? 10:05. എന്താ പ്രശ്നം? അവൻ നിയമവിരുദ്ധം. നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരെന്താ? കുറ്റം എന്ന് ചെക്കൻ പറയണം. കുറ്റം ചെയ്തവന്റെ പേരെന്താ? അവൻ കള്ളൻ. കള്ളൻ എന്ത് ചെയ്യണം? മാഷ് കള്ളൻ എന്ത് ചെയ്യണം പറയണം? കുട്ടി പറയണം ശിക്ഷിക്കണം. 10:05 വന്നത് കുറ്റമാണെന്ന് കുട്ടിക്ക് തോന്നണം. എപ്പം തോന്നണം? ചൊട്ടയിലെ
ശീലം. മനസ്സിലായില്ലേ? കുട്ടിക്ക് കിട്ടണ്ട അങ്ങ് കിട്ടണം. അത് ചീത്തയോ തെറിയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആ ചെക്കൻ പറയുന്ന പറയാം, ഞാൻ വരൂല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നാളെ വരൂല. പക്ഷെ ഈ അടിയങ്ങ് കിട്ടിയല്ലേ മറ്റന്നാൾ 9:40 ക്ലാസ്സിലുണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ ശാസിച്ചും ശിക്ഷിച്ചും തിരുത്തിയും വളർന്ന മനുഷ്യന്മാർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. ശരിയാണോ തെറ്റാണോ? ശിക്ഷിക്കാതെ പോറ്റിയാൽ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു ഉദാഹരണത്തോടെ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ. ഇതൊരു ഗ്രാമപ്രദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഉടുമ്പുണ്ട്, ഉടുമ്പ്. ശരി, ഉടുമ്പുണ്ട്, മുള്ളം പന്നിയുണ്ട്. സൂപ്പറാട്ടോ അവിടെ എന്നാൽ നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചോളി. 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഉടുമ്പിനെ കണ്ടിട്ടുണ്ടോ? എന്താ ഉടുമ്പ് എന്താക്കിയ? മനുഷ്യനെ കണ്ടപ്പോ ഉടുമ്പ് എന്താ ചെയ്തത്? മനുഷ്യനെ കണ്ടപ്പോ നിങ്ങൾക്ക് ചണ്ടി ഇങ്ങനെ ഇളകുന്ന ഒച്ചേക്കാം, കിളകിളകിളന്ന് പറഞ്ഞ ഒച്ചേക്കാം, ഉടുമ്പോടിപ്പോന്ന ഒച്ചേക്കാം. മനുഷ്യന്റെ കാലിന്റെ സ്പർശം കേട്ട ഉടുമ്പോടും. ശരിയാണോ തെറ്റാണോ? നമ്മളും പുറകോടും, ഉടുമ്പിനെ കിട്ടും, അടിക്കും, കൊല്ലും, തീർന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ 2024 ഡിസംബർ 30 നിങ്ങളെ കണ്ടപ്പോ ഉടുമ്പോടിയാണ്. നിങ്ങളെ ഉടുമ്പ എന്താ ചെയ്തത്? എന്റെ വീട്ടിലേക്ക് വരി, ഉച്ചക്ക് 2 മണിക്ക് ഒരു ഉടുമ്പില്ലേ, ആ ജേനപ്പോലത്തെ ഒരു ഉടുമ്പുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് എന്റെ അമ്മേന്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കമ്മേ മത്തി എന്ന് പറയുന്ന ഒരു ഉടുമ്പുണ്ട്. നിങ്ങൾ വേണേ കാണിച്ചു തരാം. അപ്പടെ അമ്മ പേടിച്ചിട്ട് ഇന്ന തിന്നോ. അമ്മ 2 മത്തി ഉടുമ്പിന്. ഈ ഉടുമ്പ് ഈ മത്തിയും കൊണ്ട് എൻ്റെ അടുത്ത കിണറിന്റെ ആ തിണ്ണേമ്മൽ ഇങ്ങനെ മദാമ കടക്കുന്ന പോലെ കടന്നിട്ട് വെയിലും കൊള്ളുക. ഉടുമ്പിന്റെ വിചാരം അത് ഉടുമ്പിന്റെ വീടാണ്. 16 കൊല്ലം മുമ്പേ മനുഷ്യനെ കണ്ടപ്പോ തിരിഞ്ഞോടിയ ഉടുമ്പ് ഈ ഇന്നലെ ഡിസംബർ 30 എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ജേനെ പോലെ കടന്നു വരാൻ കാരണം എന്താ ഒന്ന് പറഞ്ഞാട്ട്? എന്താ? 16 കൊല്ലം മുമ്പേ ഉടുമ്പിനെ കണ്ടപ്പോ നമ്മൾ അടിച്ചു കൊന്നു തിന്നിരുന്നു. മേനകാ ഗാന്ധി എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വന്യമൃഗ സംരക്ഷണ മന്ത്രിയായിട്ട് വന്നപ്പോ അവര് നിയമം കൊണ്ടുവന്ന് ഉടുമ്പിനെ അടിക്കരുത്, മുള്ളംപന്നിനെ തുടരുത്, നായനൊന്നും ചെയ്യരുത്. അങ്ങനെ 16 കൊല്ലായി ഉടുമ്പിന് അടി കിട്ടാത്തത്, 16 കൊല്ലായി നായ് കേറ് കിട്ടാത്തത്, 16 കൊല്ലായി മുള്ളംപന്നി നമ്മുടെ രാജാവായിട്ട് ജീവിപ്പിച്ചപ്പോ 16 കൊല്ലത്തിനിപ്പുറം ഈ മുള്ളംപന്നി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് എങ്കിൽ ജേനെപ്പോലെ ഉടുമ്പ് എന്റെ അമ്മയുടെ മുഖത്ത് വന്നടിച്ച് എടുക്കടാ മത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ശിക്ഷിക്കാതെ ശാസിക്കാതെ തിരുത്താതെ പോകുന്ന മക്കൾ 10 കൊല്ലം കൊണ്ട് ജേനെപ്പോലെ വന്നെങ്കിൽ സാരയില്ല, മത്തി തിന്നോട്ടായിട്ട് എടുക്കുമ്മേ ആധാരം, എടുക്കുമ്മേ നിങ്ങൾ എന്റെ ATM കാർഡ്, എടുക്കുമ്മ ഈ പണപ്പെട്ടിയുടെ താക്കോലെന്ന് നിങ്ങളെ മക്കൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ മരിക്കുന്നില്ല. അപ്പൊ കൊള്ളണ്ട, അങ്ങ് കൊള്ളണം. ശരിയാണോ തെറ്റാണോ? ഞാനിത് പറഞ്ഞിക്കൂല, ഞങ്ങൾ കേട്ടിക്കൂല കേട്ടോ, അതിനും കേസായിരിക്കും എന്റെ മേത്ത്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് 18 വയസ്സ് വരെ ഇനി കുട്ടിയാണ്. ഞാൻ ലഹരിക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. കള്ളും കഞ്ചാവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്, ശരിയാണോ? പക്ഷെ നിങ്ങൾ ഞാനൊന്നും അത് ഉപയോഗിക്കാതെ വന്നത് എന്തുകൊണ്ടാന്ന് ഞങ്ങൾ പഠിക്കേണ്ടത്. അത് നമുക്ക് വായില്ലേനാ? എന്റെ നാട് ഏറാമല ഇങ്ങനെ നാക്കിയാൽ മതി, അപ്പാട് നാടൻ ഇങ്ങനെ ഒഴിച്ചു തരുന്നു ആള്. പക്ഷെ ആ നാട്ടിൽ നിന്ന് ലഹരി ഇല്ലാതെ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെന്നല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? മാഹിയില് കള്ള് വിറ്റതുണ്ടല്ലേ ഇവിടുത്തെ എല്ലാവരും കള്ളു കുടിക്കുന്നത്? മലയാളികളെ ചോദ്യം അത്. അവിടുത്തെ ബീവറേജ് ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ എല്ലാവരും കള്ളു കുടിക്കുന്നത്? എന്താ ബീവറേജ് ഉള്ളതാണ് ഞങ്ങൾ കള്ളു കുടിക്കുന്നത്? എന്നാ ബീവറേജിന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് എലിവേഷത്തിന്റെ പീടിയുണ്ടല്ലോ, എന്താ ഇവിടുത്തെ ആളുകളെല്ലാം പോയിട്ട് ഒരു ഗ്ലാസ് മദ്യം, ഒരു കപ്പ് ലേശം ടച്ചിങ്സ് ആയിട്ട് എലിവേഷൻ തിന്നാത്ത എന്താ? എലിവേഷൻ തിന്നാൽ ചത്തുപോകുമെന്നുള്ള ബോധമുണ്ട് മനുഷ്യന്. പക്ഷെ സിനിമ ടാക്കീസിൽ പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കേട്ടിക്കില്ല നിങ്ങള്? സിഗരറ്റിന്റെ പെട്ടിമേൽ വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ചിത്രം, അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, കോസസ് ടു ക്യാൻസർ എഴുതി വെച്ചിട്ടില്ലേ? കള്ളിന്റെ കുപ്പിയിൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, ക്യാൻസർ വരുമെന്ന് മദ്യത്തിന്റെ കുപ്പിയിലും എഴുതി വെച്ചിട്ടും സിഗരറ്റിന്റെ പെട്ടിയിൽ ചിത്രം പ്രദർശിപ്പിച്ചിട്ടും സിനിമാ ടാക്കീസിൽ മദ്യം അരുതെന്ന് പറഞ്ഞിട്ടും എല്ലാം ഇങ്ങനെ വീമ്പളക്കിയിട്ട് എന്തേ കേരളത്തിൽ ഈ മനുഷ്യക്കുട്ടികളും മനുഷ്യന്റെ എല്ലാം ഈ ലഹരിക്ക് അടിമപ്പെടുന്നു? സിമ്പിളായിട്ട് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാൻ. നമ്മൾ കുറച്ച് ദൂരെയായി പോയി എന്നുള്ള വിഷയം. നിങ്ങളെ കണ്ണെനക്ക് കിട്ടുന്നില്ല, കാരണം പലയാളും കണ്ണ് തെറ്റിച്ചളി അല്ല. ഞങ്ങൾ നിങ്ങത്ര വയസ്സായിടോ കറുപ്പ് ഷർട്ടേ? എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, എനിക്കൊരു കമ്പി കഷ്ണം ഞാനങ്ങ് തരാം. ഇനി ഇവിടെ കണ്ട ഏട്ടന്റെ അടുത്ത് കണ്ട 2 പ്ലഗ് കണ്ട, ഒരു 3 പിൻ പ്ലഗ് ഉണ്ട് കണ്ട, ഇനി ആ പ്ലഗ് സൂചി എടുത്തിട്ട് അതിൽ കുത്തിയാട്ടെ.
കറണ്ട് കുത്തു പോയിട്ട് കമ്പി എടുത്തിട്ട് കുത്തുവോ? എന്താ കണ്ട അന്തം വിട്ട 12 വയസ്സുകാരൻ ഞാൻ വെറുതെ കമ്പി കൊടുത്തിട്ട് അവൻ പ്ലഗ് കുത്തൂലോലും, ചത്തുപോകും പോലും, ഷോക്കടിക്കും പോലും. എന്നാ ചങ്ങായി ബേക്കിലുള്ള വെള്ളക്കുപ്പായ എനിക്ക് ഞാനൊരു എലിവേഷൻ തരാം ലേശം, ഇനി വെറുതെ അങ്ങ് തിന്നു, ഞാൻ വെറുതെ തരുന്ന എലിവേഷൻ നീ തിന്നുവോ? എന്തുകൊണ്ട്? കണ്ട എനിക്കെത്ര വയസ്സായി? 11 വയസ്സുകാരൻ ഞാൻ വെറുതെ എലിവേഷൻ കൊടുത്തിട്ട് ഓൻ തിന്നുന്നില്ല. മറ്റേ ചങ്ങായിക്ക് വെറുതെ കമ്പി കൊടുത്തിട്ട് വെറുതെ കിടക്കുന്ന കറണ്ടിൽ ഓൻ കുത്തുന്നില്ല, ഓൻ ചത്തുവും പോലും. രണ്ടാളും പറയാൻ ചത്തുവന്നു. എന്താ എന്നാ ഈ 12 വയസ്സുകാരൻ ഒരു സിഗരറ്റ് കൊടുത്തു നോക്ക്, ഓൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വലിക്കൂലേ? ബബിൾക്ക് എന്താ ഇങ്ങനെ തിന്നൂലേ? കണ്ട തിന്നുമല്ലോ, ഓൻ തിന്നുന്നുണ്ടല്ലോ. അപ്പൊ ബബിൾക്കത്തിന് സിഗരറ്റിനെയും കഞ്ചാവിനൊന്നും ഓന് പേടിയില്ല, പക്ഷെ കറണ്ടിന് ഓന് പേടിയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സിനിമ ടാക്കീസിൽ പോകുമ്പോ കമ്പീന്റെ പരസ്യത്തിൽ പറഞ്ഞോ കമ്പി കൊണ്ട് പ്ലഗിൽ കുത്തരുത്, ചത്തുപോകുന്നു. ഏത് കമ്പി ഏത് സിനിമയിലാ പരസ്യമുള്ളത്? അല്ലെങ്കിൽ കമ്പീന്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ കമ്പി കൊണ്ട് ഷോക്കടിക്കും ചത്തുപോകുന്നു? ഏടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഈ കുട്ടിക്ക് ഷോക്കിനെ പേടി, കറണ്ടിന്റെ പേടി എന്തുകൊണ്ടാ? ഒരു കള്ളിനും സിഗരറ്റിനെയും ബബിൾഗത്തിനെയും പേടിയില്ലാത്തത് എന്തുകൊണ്ടാ? പറ. ആ ചങ്ങാതിക്ക് എന്താ പേടിയില്ലാത്തത്? 4 വയസ്സ് മുതൽ ഓന്റെ അച്ഛനും ഓന്റെ മാമനും ഓന്റെ മാഷന്മാരും റോഡുമുള്ള പോലീസുകാരെല്ലാം സിഗരറ്റ് വലിക്കുന്നവൻ കാണുന്നുണ്ട്. ഓന്റെ ദുൽഖർ സൽമാൻ സിനിമയിൽ വലിച്ച് ആഞ്ഞു വലിക്കുകയാണ്. ഇവിടെ അംബാന എനിക്കറിഞ്ഞോ? അംബാനവനറിയാം, ശരി എല്ലാരും എനിക്കറിയാം കേട്ടോ. അംബാനെ കാണുമ്പോ അമ്പാൻ കള്ളാ കുടിക്കുന്നു. ഓന്റെ ഹീറോ അമ്പാൻ കള്ളു കുടിക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്. മമ്മൂട്ടി പണ്ടേ വലിക്കുന്നുണ്ട്. ഓന്റെ അച്ഛനും വലിക്കുന്നുണ്ട്. എല്ലാവരും വലിക്കുന്നുണ്ട്. പക്ഷെ ഈ ദുൽഖർ സൽമാനും അംബാനും ചമ്പാനും ആരും ഈ കറണ്ട് കൊണ്ട് പ്ലഗ് കുത്തുന്നത്, കമ്പി കൊണ്ട് പ്ലഗ് കുത്തുന്നോ കണ്ടിട്ടില്ല. ശരിയാണോ തെറ്റാണോ? ചൊട്ടയിലെ ശീലം ചൊടല വരെ അതന്നെ വിഷയവും. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്നറിയോ, നിങ്ങളെ മക്കളല്ല പ്രശ്നക്കാർ. മക്കളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങള് ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ ടൂറിന് വിടാത്ത മരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? കുളത്തിൽ പോവാത്തതിന് മരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് കുളത്തിൽ പോകുമ്പോൾ മരിക്കുന്നത്? അതിനെന്ത് ചെയ്യണം അറിയങ്ങള്? മനുഷ്യന്മാരെ കുറിച്ച് ഒന്നും കൂടി പഠിക്കും. ഗുഗേഷ് എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട് ഇവിടെ. ആരാ ഗുഗേഷ്? ഓന അംബാൻ അറിയാം, ദുൽഖർ സൽമാൻ അറിയാം, മമ്മൂട്ടിന, ഗുഗേഷിന് ഓൻ അറിയില്ല. ഗുഗേഷ് ആരാന്നറിയോ? വച്ചത് പറയടോ. ഗുഗേഷ് എന്ന് പറഞ്ഞാല് വെരി ഗുഡ്. വേണ്ട കൊടുക്കോന് കൈമുട്ട്. ഓൻ അംബാനേക്കാളും നല്ലതാണ് അറിയുന്ന ഗുഗേഷിന്റെ പ്രശ്നം എന്നറിയോ? ഗുഗേഷ് 6ാമത്തെ വയസ്സിൽ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ചാനലുകാരൻ ചോദിച്ചു ഗുഗേഷിനോട്, ഗുഗേഷേ നിനക്ക് എന്താകണം? 6 വയസ്സിലെ ചെക്കനോട് ഗുഗേഷ് പറഞ്ഞെന്നറിയോ? എനിക്ക് ചെസ് ഇഷ്ടമാണ്, എനിക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എനിക്ക് ലോകത്തെ ചെസ് ചാമ്പ്യൻ ആവണം. അത് നിങ്ങൾ ആ പോസ്റ്റ് കണ്ടോ? ആ പോസ്റ്റിന്റെ അടിയിൽ ആളുകൾ തെറി വിളിച്ച തെറി കാണണം. ആ ചെക്കന്റെ ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ ആളുകൾ തെറി വിളിച്ചത് കേൾക്കണം നിങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സംഭവിച്ചത് എന്താ? ഇന്ത്യയിലെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന മനുഷ്യനെ ഈ 18 വയസ്സുകാരനായ ചെന്നൈയിലുള്ള ചങ്ങാതി തോപ്പിച്ചു. ലോക ചാമ്പ്യനായി. 18ാമത്തെ വയസ്സിൽ ഈ ഗുഗേഷ് എന്ന് പറയുന്ന ചെക്കന് ലോക ചാമ്പ്യൻ പട്ടം കിട്ടിയപ്പോ കിട്ടിയ പൈസ എത്രയാന്ന് പറയുന്നത്? 12 കോടി റുപ്യ. എത്ര? 12 കോടി റുപ്യ. ഇത് കണ്ടപ്പോ ചെന്നൈ ഗവൺമെന്റ് ഒരു 5 കോടിയും കൂടി അങ്ങ് കൊടുത്തു. 18ാമത്തെ വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായ ഗുഗേഷിന് കിട്ടിയത് 17 കോടി റുപ്യ. 6ാമത്തെ വയസ്സിൽ ഓന്റെ സ്വപ്നമായിരുന്നു അത്. ആ സ്വപ്നം കണ്ടിട്ട് ഓന്റെ അച്ഛൻ 6ാം ക്ലാസ് എന്ന് പറഞ്ഞു, ഇനി സ്കൂളൊന്നും പോകണ്ട, ഇനി ചെസ് കളിച്ചോളി. ഓന്റെ അച്ഛൻ പാവപ്പെട്ട മനുഷ്യനൊന്നുമല്ല, ഡോക്ടറാ ഓന്റെ അച്ഛൻ. അങ്ങനെ 6ാമത്തെ വയസ്സ് മുതൽ സജീവ ശ്രദ്ധ ചെസ്സിലേക്ക് കൊണ്ടുവന്നപ്പോ കൃത്യം 12 കൊല്ലം കൊണ്ട് ഗുഗേഷ് ലോകത്തെ പ്രസിദ്ധനായി മാത്രമല്ല ലോകത്തെ കോടീശ്വരനായി മാറി. ശരിയാണോ തെറ്റാണോ? എല്ലാ 12 വയസ്സുകാരാ. എനിക്കിപ്പോ എത്ര പൈസ ഇനി വാപ്പക്ക് കൊടുത്ത്? ഗുഗേഷ് ഇപ്പം പാട്ട് ഓടി കൊടുത്ത്. ഈ 6ാമത്തെ വയസ്സിൽ ഓന് അന്നും കിട്ടി 50 ലക്ഷം റുപ്യാറ്റോ ഓൻ കൊടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയോ? ഇന്നോടൊരു ചാനലുകാരൻ വന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും സങ്കല്പങ്ങൾ പറയാനുണ്ടാ? അങ്ങനെ ഒരു സങ്കല്പത്തെ കുറിച്ച് ചൊട്ടയിലെ ഈ മനുഷ്യന്റെ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് വരക്കും പറ്റിയിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ചെസ് ചാമ്പ്യനാവണമെന്നുള്ള ആ ഗുഗേഷിന്റെ ചിന്തക്ക് മുമ്പിൽ ഓന് മൊബൈൽ ഫോൺ ആവശ്യമില്ലായിരുന്നു. ഓന് വേണ്ട മൊബൈൽ ഫോൺ.
ഓന് ഒന്നും വേണ്ടായിരുന്നു, ഓന് കുളത്തിൽ വിടണ്ടായിരുന്നു. കുളത്തിൽ വിട്ടിക്കില്ലെങ്കിലും ഓന്റെ സങ്കല്പം ലോകത്തെ ചെസ് ചാമ്പ്യൻ ആവാന്നുള്ള. അതുകൊണ്ടോ മരിച്ചില്ല. നമ്മളെ മക്കൾക്ക് ഒരു സ്വപ്നവും ഇല്ല. ഓൻ ആകെയുള്ള സ്വപ്നം ഒരു ഐഫോൺ വേണം, പിന്നെ ഒരു മനുഷ്യക്കൊല്ലില്ലാത്തൊരു ബൈക്കും കൂടി വേണം. ആ ബൈക്കിന്റെ പേരിൽ ഉപ്പും ചാക്ക് പോലെ ഇടുവാൻ ഒരു പെണ്ണ് വേണം. വാട്സപ്പിൽ മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഹായും ഹോയും കൂടുവാൻ ഒരു ചങ്ങായും വേണം. അത്രേ വേണ്ടുള്ളൂ. ആ ചങ്ങായി അതിനിടയ്ക്ക് ഓന്റെ മുടി ഇങ്ങനെ ആക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ അവന് പിടിച്ചേക്കുവാനാവില്ല. ഉപ്പും ചാക്ക് വരൂ, ഇങ്ങനെ ആക്കിയാലേ ഞാൻ വരൂ. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, ലോകത്തെ ബാപ്പയും ഉപ്പയും ഒന്നും കോടീശ്വരനായ ബാപ്പേന്റെയും ഉപ്പേന്റെയും മോനൊന്നും അല്ല ഇവിടെ വിജയിച്ചത്. IM വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം ആ 7ാമത്തെ വയസ്സിൽ ആ സോഡ വെക്കലേനു പണി അറിയുള്ളൂ. ഇനി പോട്ടെ, സിറാജ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബൗളർ ഉണ്ടല്ലോ, ഓന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അറിയുള്ളൂ. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ദിവസവും 60 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാ ഈ സിറാജിനെ ബൗളിംഗ് പ്രാക്ടീസ് നടത്തിയത്. അങ്ങനെ ബൗളിംഗ് പ്രാക്ടീസ് 50 കിലോമീറ്റർ പോയിട്ട് താല്പര്യത്തോടു കൂടി പഠിച്ച സിറാജിന് എന്ത് മൊബൈൽ ഫോൺ, എന്ത് കുളം, എന്ത് കാട്ടുപൂച്ചി, എന്ത് ബൈക്ക്, ഒരു സ്വപ്നം. ഓന്റെ സ്വപ്നം ലോകത്തിലെ ഏറ്റവും മാന്യനായ ക്രിക്കറ്റ് കളിക്കാരനാവുക. അതുകൊണ്ട് നിങ്ങളെല്ലാം മക്കളെ കുറ്റം പറയരുത്. മക്കളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് ആരെയാ കുറ്റം പറയേണ്ടത്? അവരുടെ ടാലന്റ് മനസ്സിലാക്കി അവരെ പറയാം. ഇനി എന്റെ മക്കളാ, ഞാനിപ്പോ ഇതെല്ലാം വായിച്ചപ്പോഴാണ് കേട്ടോ, എന്റെ അടിയുണ്ട് 2 എണ്ണം, ഒന്നും ആയിക്കി ലൈറ്റ് ചെയ്തു. അവസാനം എനക്കും തോന്നി എന്തെങ്കിലും ആക്കണം ലൈറ്റുകളാ. ഇതേ കാണാൻ ബുക്ക് കാണുമ്പോൾ അന്നേരം ഉറങ്ങിയും പോകും. നിങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ട്, ബുക്ക് കാണുമ്പോ മുട്ടുന്നുണ്ടോ പഠിക്കാൻ? ഭാഗ്യം എന്നെ പോലെ തന്നെ കേട്ടോ നിങ്ങള്. എനക്കും ബുക്ക് കാണുമ്പോ ഒരു വല്ലാത്ത ഇടങ്ങാറാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബുക്ക് തുറക്കലുണ്ടെങ്കിൽ സന്ധ്യക്ക് ബുക്ക് തുറന്നാൽ എന്തെല്ലാം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ സന്ധ്യക്ക് ബുക്ക് തുറക്കണമെങ്കിൽ അമ്മ ഗുളു എന്ന് പറയണം, എന്നാലേ ബുക്ക് തുറക്കൂ. ബുക്ക് തുറക്കും ഞാൻ ഇല്ലേ വണ്ണാമ്പിലെല്ലാം കാണും. അമ്മേ വണ്ണാൻ നടക്കുന്നുണ്ട്, അമ്മേ വെള്ളം കുടിക്കണം. ബുക്ക് തുറന്നാൽ എനിക്ക് ദാഹത്തോട് ദാഹാണ്. ബുക്ക് തുറക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിരുന്ന് വൃത്തിയുണ്ട്, ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം എനിക്ക്. ബുക്ക് തുറക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ അതിലോടി വരുന്നത്. ഞാൻ പറയാം, അമ്മ അച്ഛൻ വരുന്നുണ്ട്, അമ്മ ഏട്ടനത് അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഞാൻ സകലതും കാണും. നിങ്ങളോ? എന്നാൽ ലോകത്ത് മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വണ്ണാമ്പില്ല എന്നെ കണ്ടിനാ? ഏതെങ്കിലും ഒരുത്തം ബേക്കിൽ കള്ളം വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാ മനുഷ്യന്റെ പ്രത്യേകത. വേണ്ടാത്തത് നിങ്ങൾ. ഇനി 2 പോയിന്റ് കൂടി പറയണ്ടെന്നറിയോ? ഈ ഇന്ത്യയിൽ എങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഇന്ത്യയിൽ കള്ളനല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനും തകർന്നു പോലും. ഒന്ന് 18 വയസ്സ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലായല്ലോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കള്ള് കൊടുക്കരുത്, കഞ്ചാവ് കൊടുക്കരുത്, സിഗരറ്റ് കൊടുക്കരുത് എന്ന് നിയമമുള്ള നാടാ ഇന്ത്യ. അങ്ങനെ 18 വയസ്സിന് താഴെയുള്ള കുട്ടി സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും, കള്ളനാവും. 18 വയസ്സിന് താഴെ സിഗരറ്റ് വിറ്റവും കള്ളനാണ് ഇന്ത്യയിൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ കള്ളനെ കുറിച്ച് ബോധമുള്ള ഒരു പീഡിയക്കാരനും കുട്ടിക്ക് സിഗരറ്റ് കൊടുക്കാൻ പാടില്ല. ഈ നിയമത്തിനെ കുറിച്ച് ബോധമുള്ള ഒരു 18 വയസ്സുകാരനും പീഡിയ പോയിട്ട് സിഗരറ്റ് വാങ്ങാൻ പാടില്ല. ഇതാരെങ്കിലും പഠിപ്പിച്ചോ? ഇനി മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയാനൊക്കെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തത് കോഴിക്കോടുള്ള ഒരു ഭ്രാന്താശുപത്രിയിലാണ്. എനിക്ക് ഈ സംഘടനയുടെ നേതാക്കളോട് പറയാനുള്ളതെന്നറിയാം, നിങ്ങൾ കുട്ടികളെയും കൊണ്ട് ഒരു യാത്ര പോകണം. ആ യാത്ര വീഗാലാൻഡിലും ജമ്മു കാശ്മീരിലൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അത് ഈറ്റുകൾ പൈസ ഉണ്ടാക്കി പോയാൽ മതി. ഈ കുട്ടികളെ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രി കൊണ്ടുപോകണം. അവിടുത്തെ ഭ്രാന്തന്മാരെ കുട്ടികൾ കണ്ണുകൊണ്ട് കാണട്ടെ. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആക്സിഡന്റ് വാർഡ് കൊണ്ടുപോകണം. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഭ്രാന്താശുപത്രിയിൽ ക്ലാസ് എടുത്തപ്പോ നവംബർ മാസത്തിൽ മാത്രം ആ ഹോസ്പിറ്റലിലേക്ക് ഭ്രാന്തനായി വന്നത് 5 മനുഷ്യന്മാരാണ്. ആ 5 മനുഷ്യന്മാരിൽ 4 മനുഷ്യന്മാരുടെയും പ്രായം 9 വയസ്സിന് താഴെയാണ്. അതിൽ 8 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നിങ്ങളൊന്ന് കാണണം. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബൊമ്മക്കുട്ടി പോലത്തെ ഒരു കുട്ടി. ആ കുട്ടിക്ക് 2.5 വയസ്സ് മുതൽ ആ കുട്ടീന്റെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആരെങ്കിലും ആവട്ടെ മൊബൈൽ ഫോൺ കൊടുത്ത് കളിക്കാൻ. അങ്ങനെ മൊബൈൽ ഫോണിൽ മാന്തി 7 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയുടെ കൈകളില്ലേ ഇങ്ങനെ 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 ചുമര് കണ്ടാ കുട്ടി മാന്തും, നിലം കണ്ടാ മാന്തും, നമ്മളെ കണ്ടാ മാന്തും. അങ്ങനെ ഏകലവ്യനിലുള്ള നരേന്ദ്രപ്രസാദിനെ പോലെ എപ്പോഴും ഇങ്ങനെ ഒരു അപസ്മാരം വന്ന് കുട്ടിയെ പോലെ നിലത്ത് കടന്ന് പൊളയുന്ന 8 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ കോഴിക്കോട് പോയിട്ട് കാണണം. ഞാൻ ആ കുട്ടീനോടും കുട്ടീന്റെ രക്ഷാകർത്താക്കളോടും സംസാരിച്ചിട്ടാ വന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോ ഇല്ലേ,
എന്റെ മോളൊരു പ്രത്യേകത എന്നറിയോ, ഞാൻ വന്ന ഉടനെ ഓക്ക് എന്റെ ഫോൺ വേണം. അവള് പറയുന്ന ന്യായം എന്നറിയോ, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നിക്കോ നോക്കട്ടെ അച്ഛ. ഞാൻ ഇവർക്ക് പഠിച്ചോനെ എന്ത് പഠിക്കാൻ മുട്ടിയ കുട്ടി. ആ അന്നം വിട്ട പോട്ട ഞാനും കൊടുത്തു പോയി. എന്നോട് അന്നും ഞാൻ കൊടുത്തു. അന്നും ഞാൻ മൊബൈൽ ഫോൺ കൊടുത്തപ്പോ ഇവളിങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ മാന്തി നോക്കുന്നത് കണ്ടപ്പോഴില്ലേ, എനിക്ക് എന്റെ മോളും ഇങ്ങനെ ഈ ഭ്രാന്ത് വന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്ന് സംശയം വന്നപ്പോ ഇല്ലേ, ഞാൻ എന്റെ പൈസ കൊടുത്ത് വാങ്ങിയ മൊബൈലാണ്. ആ മൊബൈൽ ഫോൺ എടുത്ത് ഒരൊറ്റ ഏറാ ഞാൻ. ആ ഫോൺ എന്റെ കയ്യിലില്ല, വണ്ടിയിലുണ്ട്. ചെതറിപ്പോയി. ചെറിയൊരു 10-20,000 ഒരു പാട്ട ഫോണാ. പക്ഷെ ഞാൻ എന്റെ ഫോണാന്ന് എന്നോട് മറന്നു. പക്ഷെ എന്റെ മകൾക്ക് ആ രീതിയിലേക്ക് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിയാൽ എന്നുള്ള ചിന്ത കൊണ്ട് ആ ഫോൺ എറിഞ്ഞതോടുകൂടി ഓളും ഞെട്ടിപ്പോയി. അതാ രസം. പിന്നീട് ഓളില്ലേ ഇന്ന് വരെ എന്നോട് ഫോൺ ചോദിച്ചില്ല, അച്ഛൻ എന്തോ പറ്റിയെന്ന്. അവൻ എനിക്ക് നമുക്ക് ഒരു സ്ഥലം വരെ പോകണ്ടുണ്ട്, എനിക്ക് കാണിച്ചു തരാം ഞാൻ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. കഴിഞ്ഞ 3 വടകര തന്നെയുള്ള ഇത് നിങ്ങൾ കണ്ടിട്ടില്ല. കുട്ടീനെ നിങ്ങൾ കാണാത്തോണ്ടായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എത്രത്തോളം എഫക്റ്റീവ് ആയിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആ കുട്ടീനെ കാണണം. രണ്ടാമത്തെ 4 വയസ്സുള്ള കുട്ടി വടകരയിൽ അമ്മയോടൊപ്പം രാവിലെ എണീക്കും. ചൊട്ടയിലെ ശീലം. അപ്പൊ അമ്മ സന്തോഷമായി എന്നോട് തന്നെ എണീക്കും. അമ്മയോട് പോയി തന്നെ വെള്ളം കുടിച്ച് ആയാലും കുടിച്ച് കുട്ടി അങ്ങ് പോകും. അമ്മ ശ്രദ്ധിക്കൂല. അമ്മ ഈ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കുട്ടി അമ്മ അടുക്കളയിൽ വെച്ച ഫോണും എടുത്തിട്ട് ഓടി ബെഡ്റൂമിൽ പോയിട്ട് പുതപ്പിന്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നിട്ട് യൂട്യൂബ് കാണുമായിരുന്നു. ആ അമ്മ ഇതൊന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം കുട്ടി യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കെ ഫോണിന്റെ മേലെ തല വെച്ച് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒരു പൊട്ടുന്ന ശബ്ദം കേട്ട് അമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോ കട്ടിലിൽ അമ്മ കണ്ട കാഴ്ച എന്നറിയോ, തല പൊട്ടി ചിതറിക്കിടക്കുന്ന ഒരു കുട്ടീനെയാണ്. ആ കുട്ടിയുടെ തലച്ചോറ് ചിതറിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കാണണമായിരുന്നു. ഓണത്തിന് പൂക്കളമിട്ടതുപോലെ ചുവപ്പും വെള്ളയും കറുപ്പും ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു പൂക്കളം. അതിനുശേഷം എന്റെ മകൻ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴില്ലേ, ഞാൻ അവന് ഫോൺ കൊടുക്കാറില്ല. കാരണം എന്റെ മകന്റെ തല പൊട്ടിത്തെറിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവസാനം ആ വീട്ടിലെ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയും, കേസ് കൊടുക്കണം പോലീസെ, ഫോണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം കേസ്. പോലീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെ കേസ് എടുക്കാനാണ് അമ്മ? എന്താ മൊബൈൽ അങ്ങനെ പൊട്ടാൻ പാടുണ്ടോ? സാംസങ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ സേഫ്റ്റി മെഷർമെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിങ്ങൾ എടുത്തു നോക്കുക, സെറ്റിംഗ്സിന്റെ അവസാനം. ആ സേഫ്റ്റി മെഷർമെന്റിൽ സാംസങ് പറയാ, ഇതൊന്ന് കുലുങ്ങിയാൽ, ഇതൊന്ന് ഞെട്ടിയാൽ, ഇതൊന്ന് വീണാൽ, ഇതൊന്ന് അമർത്തിയാൽ പൊട്ടും, ചത്തുപോകും, ഭണ്ഡാരമേ നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഞങ്ങള് ഈ മൊബൈൽ ഫോൺ കീശയിലിട്ട് നടക്കുന്നത്? നമ്മൾ പൊട്ടന്മാരല്ലേ? മൊബൈൽ ഫോണ് അത് എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് വെച്ചാൽ അത് അപ്പോൾ തീ കൊളുത്തി പൊട്ടുന്നതല്ല. അതിന്റെ ബാറ്ററി ലെഡാണ്. ലെഡ് എന്ന് പറയുന്ന സാധനം അമരുമ്പോൾ, കുലുങ്ങുമ്പോൾ, വീഴുമ്പോൾ പൊട്ടാനും കത്താനും സാധ്യതയുള്ള സാധനമാണ്. അതും കൊണ്ടാണ് ഇവിടുത്തെ മനുഷ്യന്മാർ ജീൻസ്, കട്ടി ജീൻസിൽ അമർത്തിയിട്ട് ഇങ്ങനെ പോകുന്നത്. ചാവാണ്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന്റെ എന്തോ ഒരു അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷന്റെ മെഷർമെന്റ് എല്ലാം വായിച്ചോ? അതിങ്ങനെ അത് നോക്കണമെങ്കിൽ ലെൻസാറ്റം വേണം. അതാ രസം. കാരണം നിങ്ങൾ വായിച്ചാൽ പിന്നെ ആരും അത് കൊണ്ട് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രംഗങ്ങളെല്ലാം. രണ്ടാമത് ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്. സൗദിയിൽ മൊബൈൽ ഫോൺ ബെഡ്റൂമിൽ ഇങ്ങനെ വെച്ച് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിയിട്ട് 6 എണ്ണ മരിച്ചു പോയത്. കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുത്തന്റെ ചാർജ് തീർന്നപ്പോ അവൻ പ്ലഗിൽ കുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചു. അർജന്റ് എന്തോ മുട്ടിയിട്ട് സംസാരിച്ച. അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഫോണ് പൊട്ടിയിട്ട് പോലെ ഈ തലച്ചോറിന്റെ ഈ ഭാഗം തീർച്ചയായും നിങ്ങളൊന്ന് കാണണമായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എന്റെ വീട്ടിൽ പോകുമ്പോൾ എന്റെ ഭാര്യ ഉണ്ട്, ചാർജ് കുത്തി. ഞാൻ വെച്ചാൽ എന്താളി പൊട്ടാത്ത, ഞങ്ങൾ അങ്ങനെയാണല്ലോ ബന്ധം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ചോ, അങ്ങനെ സംസാരിക്കുമ്പോൾ പൊട്ടുന്നത് 1000-1 പോലും. വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നു, അത് നിങ്ങളുടെ മകനായിരിക്കരുത്, നിങ്ങളായിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട്, ഈ ലഹരിക്കെതിരെ, ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുക, പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ലഹരി. നിങ്ങൾക്ക് ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? അതുമില്ല. നിങ്ങൾക്ക് ലഹരി ഇല്ല. ലഹരി ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പോയി മരിച്ചോളി. ലോകത്ത് ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല കേട്ടോ. അത് പക്ഷെ നമ്മള് കേരളത്തിൽ പറയുന്ന ലഹരി അരുത് ലഹരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ചൂട്ടയും മെഴുകുതിരിയെല്ലാം കത്തിച്ച ചരിത്രമുണ്ട്. എനിക്ക് ചിരി വരും ആ മുദ്രാവാക്യം കേൾക്കുമ്പോൾ. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ ടീമാട്ടോ ഇവന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഞാനൊരു ടീമും അല്ല.
അതിന് ആദ്യം ഞാൻ നേരത്തെ കള്ളനെ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നിയമം ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് ലഹരി ഏതാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറയാ ഇല്ല, എനക്കതില്ലേ ഇല്ല. അതിന് വാട്ട് ഈസ് ലഹരി എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുക. ലഹരിയുടെ ഡെഫിനിഷൻ എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ, ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും അത് വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ്, ആ വസ്തുവാണ് ലഹരി. എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നണം, എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും കാണണം തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ദൈവങ്ങളാട്ടോ, നിങ്ങൾക്ക് ഒന്നുമില്ല. കള്ളനെയും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പടച്ചന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും രാവിലെ എണീക്കുമ്പോൾ കാണണം എന്ന് തോന്നുന്നുണ്ടോ? എന്താണ്? യെസ്, തങ്കപ്പെട്ട ചെക്കനാട്ടോ അത്. ഓന് രാവിലെ എണീക്കുമ്പോ ഫോണ് മാന്തണം, തോണ്ടണം, റീൽസ് നോക്കണം, സ്റ്റാറ്റസ് നോക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോണും റീൽസും സ്റ്റാറ്റസും എന്താണ് പറഞ്ഞോ? ലഹരിയാണ്. രാവിലെ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം. ഇപ്പം ഞാൻ കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട്, ഒരു കാപ്പിയും കൂടി കിട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും പച്ചവെള്ളവും ചൂടുവെള്ളവും ലഹരിയാണ്. പുസ്തകം വായിക്കണം എന്ന് മുട്ടുന്നുണ്ടെങ്കിൽ, മുട്ടുന്നുണ്ടാ ഭാഗ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ പുസ്തകം ലഹരിയല്ല കേട്ടോ. അപ്പൊ പുസ്തകം ശരിക്കും വായിക്കുമ്പോൾ കൊതി തോന്നുന്നുണ്ട്, പുസ്തകം ലഹരി ആവണമായിരുന്നു. ഓക്കെ, ചായ കുടിക്കുമ്പോൾ കാപ്പി, ഇനി ഉറങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറക്കം ലഹരിയാണ്. പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം. പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും പള്ളിയും നിസ്കാരവും ലഹരിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഏത് ലഹരി ഇല്ല നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്നും തോന്നുന്നില്ല അല്ല സാർ? നിങ്ങൾ കല്യാണം കഴിച്ചില്ല? നിങ്ങൾക്ക് ഭാര്യനെ ഇങ്ങനെ കാണണം, ഓളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ ലഹരിയല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേറെന്തോ കാണണമെന്നാ തോന്നുന്നു. നിങ്ങൾക്ക് ഭർത്താവിനെ കാണണം മുട്ടുന്നില്ല. അങ്ങനെ ഭർത്താവിനെ കാണണം മുട്ടുന്നില്ല, വേറെ ആരെങ്കിലും കാണണം മുട്ടുന്നെങ്കിൽ ഭർത്താവ് ലഹരിയല്ല, ആ കാണണമെന്ന് തോന്നുന്നതാണ് ലഹരി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ സംഗതി മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭർത്താവ് വേണ്ട എന്നാണോ? ഭാര്യ വേണ്ട എന്നാണോ? മക്കളെ കാണുമ്പോൾ സന്തോഷം വേണ്ട എന്നാണോ? അപ്പൊ ലഹരി എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് വേണ്ടാത്ത ലഹരിയാണ്. പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്തത് ലഹരി എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട. അതിനാണോ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചത്? അതുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ലഹരിയുടെ ഏറ്റവും മാരകമായ ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ബബിൾഗം ഒരു തുടക്കമാണ്. ബബിൾഗത്തിലൂടെയാണ് തുടങ്ങുന്നത്. പിന്നീട് അത് സിഗരറ്റ് ആവുന്നു, കഞ്ചാവാവുന്നു, കള്ളാവുന്നു, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. സിഗരറ്റ് വലിച്ചാലും കള്ളു കുടിച്ചാലും ബബിൾഗം തിന്നാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും മാരകമായ ലഹരി MDMA എന്ന് പറയുന്ന ഒരു സാധനമാണ്. MDMAക്കെതിരെ ശക്തമായ പോരാട്ടം ഈ സംഘടന ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഈ നാടിന് എത്ര കൊല്ലം ജീവിക്കുമെന്ന് പറയാനേ കഴിയില്ല. ആധികാരികമായിട്ട് വിദഗ്ധന്മാർ പറയുന്നു, ഈ MDMA എന്ന് പറയുന്ന സാധനം ഈ നാട്ടിലുണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ 6.5 കൊല്ലം കൊണ്ട് ആ ജന്മം അവസാനിക്കും. മരിച്ചുമില്ല, മരിച്ചുകൊണ്ട് കുഴിച്ചിടയിൽ. ഈ സാധനങ്ങളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ ഭാര്യ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ 6.5 കൊല്ലം കൊണ്ട് ഈറ്റേക്ക് മൂത്ത പെരാന്താവും, ഭ്രാന്ത് വരും. അത് നിങ്ങൾക്ക് കാണണോ? അങ്ങനെ 7 എന്റെ നാട്ടിൽ മരിച്ചത്. അത് 6.5 കൊല്ലമൊന്നും ആയിക്കില്ല, ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ ആയിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾക്ക്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഉമ്മമാർക്കാണ് ഇത് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. മക്കളിൽപ്പെട്ട് വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാദ്യം MDMA കണ്ടാൽ മനസ്സിലാവും. നിങ്ങളെ മക്കളുടെ കയ്യിൽ MDMA ഉണ്ടോ നോക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. മക്കളെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെ മക്കളെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിലേക്ക് A+ ഉള്ളതൊന്നും നിങ്ങൾ നോക്കണ്ടേ, A+ നോക്കണ്ട, ഫുട്ബോൾ കളിക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ അത് മനുഷ്യക്കുട്ടിയാണോ നിങ്ങൾ നോക്കണം. ഈ MDMA എന്ന് പറയുന്ന സാധനം 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും, 2 കൽക്കണ്ടി പോലെ ഉണ്ടാവും, 2 കർപ്പൂരം പോലെ ഉണ്ടാവും. കർപ്പൂരമാണോ MDMA ആണോ കൽക്കണ്ടിയാണോ MDMA ആണോ എന്ന് മനസ്സിലാവും. എങ്ങനെയാണെന്നറിയോ? കൽക്കണ്ടിയും MDMAയും തുറന്നു വെച്ചാൽ ലയിച്ചുമില്ല, MDMA തുറന്നു വെച്ചാൽ ലയിച്ചു.
അതുകൊണ്ട് എയർ ടൈറ്റ് ബാഗിലാണ് ഇത് ഉണ്ടാവുക. എയർ ഇങ്ങനെ നമ്മൾ ലേസിന്റെ പാക്കറ്റ് പോലെ ചെറിയ കട്ടിയുള്ള എയർ ടൈറ്റ് പാക്കറ്റിലാണ് ഉണ്ടാവുക. ഇനി 2000 രൂപ മുതൽ വിലയുണ്ട്. 1 ഗ്രാമിന് 2000 രൂപ മുതൽ വിലയുണ്ട്. അത് ഈ കേരളത്തിലെ സ്കൂളിലെ 4ാം ക്ലാസ് മുതലുള്ള ചെക്കന്മാർ ഉപയോഗിക്കുന്നുണ്ട് എന്നാ കണക്ക്. ഇപ്പൊ നിങ്ങളെ വീട്ടിലെ ഇപ്പൊ 12 വയസ്സല്ലേ എനിക്ക് കേരള ഗവൺമെന്റ് പറയുന്നതെന്ന് അറിയോ? 12 വയസ്സുള്ള കുട്ടി കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഉപയോഗിക്കുന്നുണ്ടോ? ഏകദേശം എനിക്കായില്ലേ? ഇനി ഉപയോഗിക്കുന്നില്ല. എന്റെ വീട്ടിൽ ആരും കൊണ്ട് അവിടെ ആരല്ല? ഉപ്പയാ ഇവിടെ ഉണ്ടോ? എന്റെ ഉപ്പ ഉണ്ടോ ഇവിടെ? എന്താണെന്നറിയോ ഞാൻ ചോദിച്ചെന്നറിയോ? ഞാൻ ഇവനോട് ഇപ്പം ചോദിച്ചില്ലേ, ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒരുത്തനോട് ചോദിക്കുക, ഇനി 12 വയസ്സുകാരാ ഇനി ലഹരി വസ്തു ഏതാ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നോട്? നിങ്ങൾക്ക് തോന്നി എന്താണെന്നറിയോ? ഇത്തിരി ആളെ മുമ്പ് ഇനി അപ്പാടങ്ങ് ചോദിക്കുക, ഇനി കണ്ടിനോ അവൻ ഉപയോഗിക്കുന്നത്? കാണാണ്ട് അപ്പാട് ഇനി ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ച് ഇനി ആലോചിക്കണ്ടേ? എന്റെ ഉപ്പാപ്പ ഉമ്മാമ എന്റെ കുടുംബത്തിന്റെ തറവാടിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ഇനി സ്റ്റേജിൽ വന്ന് ഇറങ്ങടാ, എന്റെ മുട്ടിന്റെ കാലം എന്താ ചോദിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അതെല്ലാം പണ്ട് തോന്നണം. ഇപ്പോ കേരളത്തിൽ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാലത്ത് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും നാട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ കുട്ടി ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവനെ രക്ഷപ്പെടുത്തിയെടുക്കലാണ് നിങ്ങളുടെ ദൗത്യം. ശരിയാണോ തെറ്റാണോ? പക്ഷെ ഞാൻ ഇന്നലെയും MDMA കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എൻ്റെ അമ്മേനോടും ഉമ്മയോടും ചോദിച്ചപ്പോ ഉമ്മ പറയാ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ ഓന്റെ ബാഗിലിട്ടിട്ട് നിങ്ങൾ എന്നെ പിടിച്ചിട്ടുണ്ടാവുന്നു. ഞാക്കെന്താ നിങ്ങളെ 2000 രൂപേന്റെ താൻ നിങ്ങളെ മക്കളെ വേഗിലിട്ടിട്ട് പിടിപ്പിക്കേണ്ട പരിപാടിയല്ല. പോലീസിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ആ നിയമം ആ സമയത്ത് ആ ഉമ്മയും ബാപ്പയും പോലീസിന്റെ പക്ഷത്ത് നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച ആ കുട്ടീനെ തിരിച്ചിട്ട് വരും. ഈ കുട്ടിക്ക് ചൊട്ടയിലെ ശീലം, ഈ കുട്ടി എന്ത് ചെയ്താലും എന്റെ ബാപ്പ സംരക്ഷിക്കുമെന്ന്, എന്റെ ഉമ്മ സംരക്ഷിക്കുമെന്നുള്ള സാമാന്യ ബോധം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആരെയും അനുസരിക്കില്ല. അവിടെയാണ് വിഷയം. എന്റെ കുട്ടി ഒളിച്ചോടില്ല. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാം, ഈ കുട്ടികൾക്കെല്ലാം 2 സ്വഭാവമുണ്ട്. നിങ്ങൾക്കുണ്ട് 2 സ്വഭാവം, എനക്കുണ്ട് 2 സ്വഭാവം. എന്റെ ഭാര്യയോട് എനിക്കൊരു സ്വഭാവം ഇങ്ങനെ. പക്ഷെ അങ്ങോട്ടുള്ള പെണ്ണുങ്ങളെല്ലാം കാണാൻ നല്ലൊരു കുളിർമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെയല്ലേ? അതേപോലെ നമ്മളെ മക്കൾക്ക് 2 നല്ല സ്വഭാവമുണ്ട്. വീട്ടിലൊരു സ്വഭാവമായി കുട്ടിയേക്ക്, സ്കൂളിൽ വേറൊരു സ്വഭാവം, കൂട്ടുകാരോടൊപ്പം വേറൊരു സ്വഭാവം. ഞാനത് പറയാൻ കാരണം എൻ്റെ 7ാം ക്ലാസ്സിലെ മോളില്ലേ വീട്ടിൽ നല്ല കുട്ടിയാ. ഓൾ അടുക്കള പണിയെടുക്കും, പഠിക്കും, ഓളോട് എന്ത് പറഞ്ഞാലും ചെയ്യും. പക്ഷെ അധികം സംസാരിക്കും. ഇങ്ങനെ ഒതുങ്ങിയ കുട്ടി. അപ്പൊ ഞാനിങ്ങനെ പറയാം, എൻ്റെ ഭാര്യ എന്റെ ഗുണാണത്, ഞാനാണ് പോറ്റുന്നത്. എന്ത് പോറ്റുന്നത്? ഞാൻ വിചാരിച്ചെന്നാ പോറ്റിക്കോട്ടെ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഓളെ 7ാം ക്ലാസ്സിലെ പേരൻസ് മീറ്റിംഗ്, ഞാനും ഭാര്യയും സ്കൂളിൽ പോയപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചല്ലേ, ടീച്ചർ എന്റെ മോൾ എങ്ങനെ ഉണ്ട്? ടീച്ചർ ഒറ്റ ചിരി. ആ ചിരി തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു ആപത്താണ്. ഞാൻ ചോദിച്ചല്ല എങ്ങനെ മോള്? അപ്പൊ ടീച്ചർ പറഞ്ഞതെന്നറിയോ, ഇവളെ കൊണ്ടൊരു രക്ഷയില്ല ക്ലാസ്സിൽ, ഇത്ര വലിയ നാവാ. അതുവരെ മര്യാദക്കിരുന്ന എന്റെ ഭാര്യ ഒരു ഒറ്റ എണീക്കല. ഞങ്ങൾ ചോദിച്ചു വിട്ടു. ഞാൻ ചോദിച്ചല്ല മിണ്ടല്ല, ഞാൻ നടുവിൽ നിന്നിട്ട് ടീച്ചറേയും പുള്ളിയും പിടിച്ചേച്ച്. എനിക്കറിയാലോ കുട്ടിയൊക്കെ 2 സ്വഭാവമുണ്ട്. ഞാൻ 13 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്റെ മോക്ക് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ മോളിൽ നിന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് കോംപ്രമൈസ് ആക്കണല്ലോ. എന്റെ ഭാര്യയോട് പറഞ്ഞാൽ തിരിയണമെങ്കിൽ ഓക്ക് ഇത് കാണണമല്ലോ. ഞാൻ ടീച്ചറോട് ചോദിച്ചു, അല്ല ടീച്ചറെ ഇവിടെ സ്കൂൾ CCTV ഉണ്ട്. ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമിലില്ല, ഈ നടക്കുന്ന വഴിയിലില്ല. ഞാൻ പറഞ്ഞു അതൊന്നും ഓണാക്ക് നിങ്ങൾ വേഗം. ഞാനും ഭാര്യയും ടീച്ചറും കൂടി CCTV കണ്ടപ്പോ ഇല്ലേ, അതുവരെ പറഞ്ഞ എന്റെ ഭാര്യയില്ലേ കസേലന്റെ അടിയിൽ പോയി ഒളിച്ചു കഴിഞ്ഞു. കാരണം ഇവക്ക് ഇത്ര വലിയ നാവ്. എന്റെ അമ്മേന്റെ അതേ സ്വഭാവം. കോനാലിരിക്കുമ്പോ അടുക്കളയിലിരിക്കുമ്പോ. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളെ മക്കൾക്ക് 2 സ്വഭാവമുണ്ട്. വീട്ടിലുള്ള സ്വഭാവമല്ല പുറത്ത്. ഇനി നിങ്ങളെ മക്കളെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ മക്കൾ ആരുടെ കൂടെ നടക്കുന്നെന്ന് നോക്കിയാൽ മതി. 4 ബബിൾഗം നിന്ന മക്കളോട് ഞങ്ങളെ മക്കൾ നടക്കുന്നെങ്കിൽ 5ാമത്തെ ദിവസം ആ കുട്ടി ബബിൾഗം നിന്നു. ഒരു തർക്കമില്ല. 4 പുസ്തകം വായിക്കുന്നതോടുകൂടെ നടന്നെങ്കിൽ 5ാമത്തെ ദിവസം കഷ്ടത്തൊരു പുസ്തകം ഉണ്ടാവും നിങ്ങളെ മക്കളെ. ശരിയാണോ തെറ്റാണോ? ഫുട്ബോൾ കളിക്കുന്ന 5 എണ്ണത്തിന്റെ കൂടെ ഞങ്ങളെ മക്കൾ നടക്കുന്നെങ്കിൽ 6ാമത്തെ ദിവസം TV-യിൽ ഫുട്ബോൾ കാണും നിങ്ങളെ മക്കള്. ശരിയാണോ തെറ്റാണോ? പ്രണയിക്കുന്ന 4 എണ്ണത്തിന്റെ കൂടെ നടക്കുന്നെങ്കിൽ 5ാമത്തെ സൈറ്റാണ് നോക്കണ്ട, ഏതെങ്കിലും കാട്ടുകുറ്റിയിലുണ്ടാവും. ഇത് മനസ്സിലാക്കേണ്ടത് കുട്ടിയല്ല. ആരാ മനസ്സിലാക്കേണ്ടത്? രക്ഷാകർത്താക്കൾ മനസ്സിലാക്കണം. അപ്പൊ നാട്ടുകാർ പറയുന്നതെല്ലാം വെറും കള്ളക്കഥയാന്ന് പറയണ്ട. നാട്ടുകാർക്ക് നിങ്ങളോട് മക്കളോടൊന്നും ദേഷ്യമൊന്നുമില്ല. ഓലിക്കുണ്ടല്ലോ മക്കള്.
അതുകൊണ്ട് നാട്ടുകാരും, അതുകൊണ്ടാണ് പറയുന്നത് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ, ചാരിറ്റി നടത്തുന്ന മനുഷ്യന്മാരുടെ കൂടെ, സാമൂഹ്യ സേവനം നടത്തുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുടെ കൂടെ നിങ്ങളെ മക്കളെ തുറന്നു വിടുക. അല്ലാണ്ട് എന്റെ മക്കള് ആ കല്യാണത്തിനൊന്നും പോകണ്ട, ആടെയൊന്നും പോയിട്ട് വിളമ്പൊന്നും വേണ്ട, എന്റെ അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി നശിച്ചു. അവിടെ സാമൂഹ്യ ബോധമുള്ള, ദീനി ബോധമുള്ള, മതബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള നല്ല മനുഷ്യനായിട്ട് നിങ്ങളെ മക്കളെ പോറ്റണം. MDMA വന്ന 8ാം ക്ലാസ്സിലെ കുട്ടി MDMA വന്നാൽ ഞാൻ അധികം സമയമില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കള് MDMA ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് എന്റെ സ്റ്റേഷനിൽ ഒരു ചക്കര MDMA ഉപയോഗിച്ചു വന്നിനറിയോള്. അതെനിക്ക് എങ്ങനെയാ മനസ്സിലായെന്നറിയാം. എന്റെ കഴിഞ്ഞ ദിവസം മൈസൂരിൽ പഠിക്കുന്ന ഒരു ചെക്കനാ. ഓൻ പറഞ്ഞെന്താ അറിയോ, ഈ തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലുള്ള ഏറ്റവും പ്രസിദ്ധമായ കോളേജാണ് മൈസൂരിൽ പഠിക്കുന്നത്. ആ മൈസൂരിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയേക്ക് MDMA പോലെ സീനിയർ വെള്ളത്തിൽ കലക്കി അങ്ങ് കൊടുത്തു. ഈ MDMA ചുണ്ടിന്റെ ഉള്ളിലോ മൂക്കിന്റെ ഉള്ളിലോ കണ്ണിന്റെ ഉള്ളിലോ ഭക്ഷണത്തിലോ ജ്യൂസിലോ ആക്കി കുടിച്ചാലില്ലേ, നമ്മളെ മക്കൾ 48 മണിക്കൂർ പറക്കും. നിങ്ങളും പറക്കും, ഞാനും പറക്കും, ആരും പറക്കും. അങ്ങനെ പറക്കുമ്പോ എന്താ സംഭവം എന്നറിയോ, ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മരണപ്പടിപ്പേരും, മതബോധാണെങ്കിൽ മരണബോധം, കളിക്കുന്നവനാണെങ്കിൽ ഭയങ്കര കളി, പ്രണയമാണെങ്കിൽ അങ്ങേയറ്റത്തെ പ്രണയമായിരിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ബാപ്പേനെയും ഉമ്മേനെയും സ്നേഹിക്കുന്നവനാണെങ്കിൽ അവൻ സ്നേഹിച്ച് കൊല്ലും. എന്റെ വീടിന്റെ അപ്പുറത്തൊരു ചെക്കനുണ്ടായിരുന്നു. എന്റെ അമ്മ എപ്പോ പറയും ഓനെ കണ്ടുപഠിക്കും. ഞാൻ നോക്കുമ്പോ ഓന്റെ അമ്മേനോ സഹായിക്കുക. അമ്മ തിരുമ്പുമ്പോ ഇവൻ ഒലുമ്പും, ഇവൻ ഒലുമ്പുമ്പോ അമ്മ പീയും, അമ്മ പീയുമ്പോ ഇവന് ആറിയിടും. എന്റെ അമ്മ പറയും ഓനെ കണ്ടുപിടിക്കും. ഞാനൊക്കെയാണെങ്കിൽ ഇത് ഒലുമ്പുന്നേയും പീയുന്നേയും പണ്ടേ ശീലിക്കാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലത്. അമ്മ പശുവിനെ ഉന്തുമ്പോ ഇവൻ വലിക്കും. ഇങ്ങനെ ഇവനെ എന്തിനോ ഈ അമ്മേൻ്റെ വീട്ടിൽ നടക്കും. കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിലേക്ക് ഒരു പോലീസ് വണ്ടി അങ്ങ് വന്നു. പോലീസ് വണ്ടി വന്നപ്പോ അമ്മ ചെന്തേനും അമ്മ പോലീസ് പറഞ്ഞു, ഈ ഒരു വണ്ടിയല്ല, പുറകെ 42 വണ്ടി ഈ വീട്ടിലേക്ക് വരും. എന്തിന്? നിങ്ങളെ മോൻ 42 ബാറ്ററി മോഷണ കേസിലെ പ്രതിയാണ്. അപ്പൊ അമ്മ പറഞ്ഞു ഓനേടിയും പോക്കില്ല, ഉക്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ ഉക്കൂള്. പിന്നെ പോലീസ് ഞങ്ങൾ കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് CCTV അങ്ങ് കാണിച്ചു കൊടുത്തു. നോക്കും ബാറ്ററി കക്കുന്ന ചെക്കെ. ഓന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവൻ രാത്രി വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു പോകാറുണ്ടോ? അമ്മ പറഞ്ഞു ഒരിക്കലും പോകില്ല, സ്കൂൾ വിട്ടാ വീട് വീട്. പിന്നെ ഇടക്കല്ലേ ഓന്റെ ഫ്രണ്ട്സിന്റെ പെങ്ങളെ കല്യാണത്തിനല്ലോ ഓനങ്ങ് പോകും, പിന്നെ ബർത്ത്ഡേക്കല്ലോ ഓനങ്ങ് പോകും. ബർത്ത്ഡേക്ക് പോയാൽ തിരിച്ചു വരാറുണ്ടോ എന്ന് വെച്ചപ്പോ അമ്മയോട് ചെക്കൻ പറഞ്ഞ കള്ളത്തരം നോക്കിക്കോളെ. അമ്മ ഞാനിപ്പം ബർത്ത്ഡേക്കെല്ലാം പോയിട്ട് 12 മണിക്കല്ലേ വരിക. അപ്പൊ അമ്മ രാത്രി ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ വാതിലിന് മുട്ടുമ്പോ അമ്മ ഉറക്കം ഞെട്ടിപ്പോവില്ലേ. അതുകൊണ്ട് അമ്മ ഞാൻ അവിടെ കിടന്നിട്ട് പുലച്ച 5 മണിക്ക് വരാം. അപ്പൊ നമുക്ക് എന്താക്കാം, രാവിലെ എണീറ്റ് അമ്മയും എണീറ്റ് ഞാനും എണീറ്റ് മിറ്റടിച്ചിട്ട് അങ്ങ് തുടങ്ങാം. അമ്മ പറയും തങ്കു എന്നെ തങ്കു. പോലീസ് വന്നങ്ങ് പിടിച്ച് തങ്കുവിനെ കൊണ്ടുപോയപ്പോഴാണ് അമ്മ തങ്കുവല്ല, മോൻ വലിയ കള്ളനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെ മക്കൾ നിങ്ങളോട് നിൽക്കുന്നു നിങ്ങൾ നോക്കണ്ട. അവിടെ ഇന്ന് മുതൽ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന അറിയോ, ഇത് ഉപയോഗിച്ചാൽ നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ പ്രത്യേകത 48 മണിക്കൂർ ഈറ്റുകൾ ഉറങ്ങൂല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈറ്റക്ക് ഉറക്കം ഉണ്ടാവില്ല. ഞാനിപ്പോ പോലീസിന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ഈ നാട്ടിലൊക്കെ രാത്രി എന്റെ ഭാര്യ കൂടെ ഇവിടെ അടുത്താട്ടോ. ഞാൻ രാത്രി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് തീരുടെയെല്ലാം വരുമ്പോൾ ചിരിച്ചു മരിക്കും. മനുഷ്യന്മാർ ഉറങ്ങണ്ടേ? മനുഷ്യന്മാർ ഉറങ്ങണോ? മനുഷ്യന്മാർ രാവിലെയാണോ രാത്രിയാണോ ഉറങ്ങേണ്ടത്? ഒന്ന് പറഞ്ഞാട്ടെ. അത് ശരി, രാത്രി എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു മനുഷ്യൻ? പറഞ്ഞോട്. 8 മണിക്കൂർ ഉറങ്ങണം. എന്നെ പോലത്തെ പണിയില്ലാത്തവൻ 6 മണിക്കൂറും നിങ്ങളെപ്പോലെ അധ്വാനിക്കുന്നവൻ 8 മണിക്കൂർ ഉറങ്ങണം. രാത്രിയാണ് ഉറങ്ങേണ്ടത്. എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? അങ്ങനെയാണ് എങ്കിൽ രാവിലെ 6 മണിക്ക് എണീക്കണമെങ്കിൽ എത്ര മണിക്ക് ഉറങ്ങണം? വേം പറ. 10 മണിക്ക് ഉറങ്ങണം. രാവിലെ 6 മണിക്ക് എണീക്കുന്ന മനുഷ്യനാണ് ശരിക്കുള്ള മനുഷ്യൻ. അറിയോ നിങ്ങള്? പക്ഷേ നിങ്ങളെ വീട്ടിൽ എല്ലാവരും 10 മണിക്ക് ഉറങ്ങുന്നുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ഈ നാട്ടിൽ കൂടി ഇങ്ങനെ എന്റെ വണ്ടി വടകരന്ന് രാത്രി 10 മണിക്കാ 11 മണിക്കാ ഉറപ്പെടുക. വടകര ടൗണ് കൊല്ലാച്ചി കൊയിലാണ്ടി കൂടി കറങ്ങിയിട്ട് പുലച്ച 5 മണിക്കാ നമ്മളെ വണ്ടി രാത്രി വരിക. രാത്രി 12:30 മണിക്ക് ചായ കുടിക്കുവാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. 2 മണിക്ക് ഷവർമ്മ തിന്ന പൊട്ടം പറയാൻ കാണിച്ചു തരാം. 1:45 മണിക്ക് ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നു. പറയണോ? ഇറ്റൊരു മനുഷ്യന്മാരാണോ?
ഏതെങ്കിലും ഉമ്മ ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ മക്കളെ പത്രം ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് ചെക്കനെ പിടിച്ച് 10ാം ക്ലാസ്സിൽ നല്ലതൊക്കെ ഓനോട് ചിഞ്ഞേടിയാ പോകുന്നത്, ചായ കുടിക്കാൻ പോകുന്നത്, എത്ര മണിക്ക് പാന്നിറക്കി. ഇന്ന് കുറച്ച് നേരത്തെയാ 12:30 കുടിക്കണ്ടേ. ഓന്റെ അമ്മേനെ വിളിച്ചു. അത് ഓന്റെ അങ്ങനെ തന്നെയാ, ഓന്റെ വാപ്പ ഗൾഫിലായതുകൊണ്ട് ഓറും അങ്ങനെ തന്നെയാ. അത് കണ്ടിട്ടാണ് ഇവനും ഇപ്പം രാത്രി ഒരു ചായ കുടിക്കുന്നത്. ഞാൻ ചോദിച്ചല്ല അമ്മ, ഈ ചെക്കൻ എവിടെയാ പോകുന്നത് നിങ്ങൾ അറിയോ? ഇന്നലെ 10ാം ക്ലാസ്സിലെ ചെക്കൻ ബുള്ളറ്റ് എടുത്ത് തോൽപ്പട്ടി പോയിട്ട് വരുന്നു. പോലീസ് പിടിച്ചപ്പോ ഓന്റെ ഉമ്മ പറഞ്ഞ മറുപടിയാണ്, എനിക്കില്ല കൊല്ലണോ ചിരിക്കണോ എന്നെ തന്നെ പിടിച്ച് കെട്ടണോ. ഓൻ ആദ്യമായിട്ടാ ബുള്ളറ്റ് ഓടിക്കുന്നത്, ആദ്യമായിട്ട് ബുള്ളറ്റ് എടുത്ത് തോൽപ്പട്ടിയിൽ 12 മണിക്ക് തിരിച്ചിട്ട്. ഈ ഉമ്മ പൊട്ടനാണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കരുതെന്ന് നിയമമുള്ള നാടായത്. 18 വയസ്സിന് താഴെ മക്കൾ വാഹനം ഓടിക്കരുത്. പക്ഷെ കേരളത്തിലെല്ലാം ബൈക്ക് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമം മാറ്റി എഴുതിയത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിച്ചാൽ കുട്ടിയാണ്, ഓന് 25,000 രൂപ പിഴ. 25,000 രൂപ പിഴ. നിങ്ങളെ 12 വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിച്ചാൽ ആ പിഴ വാപ്പേനെ അടക്കണമല്ലോ. പക്ഷെ ഓനെ കള്ളനെന്ന് വിളിക്കാൻ പറ്റൂല, ഓൻ കുട്ടിയാണ്. കള്ളനെന്ന് വിളിക്കേണ്ട വേറൊരു തന്നെയാണ്. ആരത് പറഞ്ഞോളി. 18 വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിച്ചാൽ കള്ളൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയാണ്, ഒടുക്കത്തെ ധൈര്യമാണ്. ഓൻ പറഞ്ഞ ശരിയെന്നാ പറയുന്നത്. അത് നിയമവിരുദ്ധമാണ്, കുറ്റം ചെയ്തിരിക്കുന്നത്. പക്ഷെ 18 വയസ്സായതുകൊണ്ട് ഓനെ കള്ളൻ എന്ന് വിളിക്കാൻ പറ്റില്ല. വേറൊരുത്തര കള്ളൻ എന്ന് വിളിക്കണം. ആരെയാണ് വിളിക്കേണ്ടത്? കറക്റ്റ് അന്തം വിട്ട ചെക്കൻ പറഞ്ഞോ, എന്റെ ഉമ്മാനാണ് കള്ളത്തി എന്ന് വിളിക്കേണ്ടത്. കാരണം എന്താ? ഓന് ബോധമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടി. അതുകൊണ്ട് മക്കളെ, എനിക്ക് 12 വയസ്സായ ഇനി ഒരു കാര്യം ചെയ്യേണ്ടെന്നറിയോ, ഇടക്കെല്ലാം ബൈക്കെല്ലാം എടുത്ത് ഓടിക്കണം. എന്നാ മാത്രമേ എന്റെ വാപ്പേനെ ജയിലാക്കാൻ പറ്റൂ. 6 മാസം തടവും 50,000 രൂപ പിഴയാ വാപ്പയ്ക്ക്. RC ഓണർ. എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണമെന്നറിയോ? ബൈക്ക് എടുത്ത് ഓടിച്ചോളി. എന്നാലും ഈ ബാപ്പേനെയും ഉമ്മേനെയും ഉള്ള സ്വല്ലപ്പാടോ നിങ്ങൾക്ക് പറക്കാം. അതുകൊണ്ട് ഇന്ന് മുതൽ സൂക്ഷിച്ചോ. നിങ്ങളെ മക്കൾ ഒരു കാരണവശാലും അവിടെ തുടങ്ങും നമ്മൾ MDMA. ഈ കുട്ടികളെയാണ് ഈ MDMA മാഫിയക്ക് വേണ്ടത്. എന്തുകൊണ്ടാ? ബൈക്കും കൂടി ഉണ്ടെങ്കിലേ ലോകത്തിലെ ഏതെങ്കിലും കുട്ടീനെ പോലീസ് തടഞ്ഞു നിർത്തിയിട്ട് ബാഗ് പരിശോധിക്കോ? അതുകൊണ്ട് കുട്ടികളാണ് ഇത് കടത്താൻ ഏറ്റവും നല്ലത്. ആ കുട്ടിക്ക് ഒരു ബൈക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാ സന്തോഷിക്കുന്നത്? അന്തം വിട്ട മാഫിയ. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചോ, 18 വയസ്സിന് താഴെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മേനെ സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങി ചിരി വന്നിട്ട് എന്താ അറിയോ, 14 വയസ്സിലെ ചെക്കൻ ബൈക്ക് ഓടിച്ചിരുന്നു. പോലീസ് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് ബോധമില്ലേ? ഉമ്മ ചിരിച്ചോണ്ട് പറഞ്ഞെന്ന് അറിയോ, നിങ്ങൾക്ക് എന്താ പറയുന്നതിന്? ഓറേക്കാളും നല്ലോണം ഓടിക്കുവനാ. ഓർക്ക് വിറയുണ്ട്. ഓറാരാ? ഭർത്താവിന് വിറയുണ്ടോ? ഭർത്താവിന് വിറയുണ്ടാവില്ലേ? ഓറ 2.5 ലക്ഷത്തിന്റെ ബുള്ളറ്റല്ലേ ഇത്. ഈ അന്തം വിട്ടവൻ എന്ത് പേടിയുണ്ട്? ഈറ്റേക്ക് അന്തം വിട്ട ധൈര്യം. ഇത് മുരുണ്ടുമ്പം പറക്കും ഈറ്റേള്. ഭർത്താവിന് പറക്കൂല, കാരണം 40 സ്പീഡിലാവുമ്പോ മക്കളെ ഇങ്ങ് ഓർമ്മ വരും. അപ്പം ബുള്ളറ്റ് സ്ലോ ആവും. ഈറ്റേക്കോ 18 വയസ്സാരാ ഇനി ഇങ്ങനെ 40-ലെത്തുമ്പോ എന്റെ ബാപ്പക്ക് ഇനി ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കോ? ആ അന്തം വിട്ട ബുദ്ധി. ആ ഒരു സാമാന്യ വിവേകം പോലും ഇല്ലാണ്ട് ഉള്ള രക്ഷകർത്താക്കളാണ് ഈ നാടിന്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. നിങ്ങളെ മക്കളെ നിങ്ങൾ 18 വയസ്സിന് താഴെ എന്റെ ഈ ചെക്കന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്റെ 4ാം ക്ലാസ്സിലെ ചെക്കൻ എന്നോട് പലപ്പോഴും അടികൂടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വിഷയം ലഹരിയല്ല. നിങ്ങളെ മക്കള് ഉറങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആ ചെക്കൻ എന്തോ വരാന്നുണ്ട്. അത് മൊബൈൽ ഫോണിന്റെ വരാന്താവാം, പ്രണയമാവാം, കള്ളാവാം, കഞ്ചാവാം, അല്ലെങ്കിൽ എന്തോ തകരാറാവാം. രണ്ടാമത്തെ പ്രത്യേകത, ഈറ്റേക്ക് നേരെ കിടക്കാനാവൂല. എസ് പൊളച്ചിട്ട പോലെയാ കിടക്കുക ഇത് ഉപയോഗിച്ചാല്. ഇന്ന് പോയിട്ട് എല്ലാവരും ചെന്നോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയിട്ട് ചെന്നോക്കിയിട്ട് ചെക്കന് വയറ്റുന്നതിനായിട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ MDMA 6.5 കൊല്ലം കൊണ്ട് ഭ്രാന്ത് വരും എന്ന് പറഞ്ഞിട്ട് തച്ച് കൊല്ലണ്ടെങ്കിൽ നിങ്ങളോട് ഒരു സംഗതിയും പറഞ്ഞു തന്നൂടാ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഉറങ്ങാത്തത് വളരെ ശ്രദ്ധിക്കണം. തലശ്ശേരിയുള്ള ചെക്കൻ പൈസ കൊടുക്കാത്തതിന് ഉമ്മയെ കുത്തിയില്ലേ? കുത്തിയപ്പോ ആ ഉമ്മയോട് ചോദിച്ചല്ല, ഉമ്മ നിങ്ങൾക്ക് ചെക്കൻ MDMA ഒന്ന് തിരിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അതെങ്ങനെയാ തിരിയ? ഈ ചെക്കൻ 10 മണിക്ക് ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ പറയലുണ്ടോ എന്നത്. പക്ഷെ ഓൻ എന്നോട് പറഞ്ഞെന്നറിയോ, ഇതെത്ര പഠിക്കുവാനുണ്ട് ഉമ്മ, ഇതെത്രയാ പഠിക്കാൻ. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്നാ കുറച്ചു നേരം കൂടി പഠിച്ചോ. എന്നിട്ട് ഉമ്മ എന്ത് ചെയ്യുന്നറിയോ, കട്ടൻ ചായ ഫ്ലാസ്കിലാക്കി കൊടുത്തു പൊട്ടൻ MDMA കട്ടൻ കുടിക്കുവോ? 48 മണിക്കൂർ ഒന്നും കുടിക്കൂല എന്തം വിട്ടാൻ. ഇനി എന്റെ വീട്ടിൽ മൈസൂരിൽ നിന്ന് വന്ന ചെക്കനോട് ഞാൻ ചോദിച്ചു, ഓൻ തിരൂരുള്ള 6 മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ടാ വന്നത്. ഓൻ ഇപ്പോ റെഡി ആയിട്ടൊന്നുമില്ല. ഓ ഇപ്പം പറയുന്ന എനിക്ക് ആടെ പോയിട്ട് ഓല നന്നാക്കണം. ആരാ?
MDMA മാഫിയ തന്നെ ആയിട്ടാ വരാൻ. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പാട്ട് കേൾക്കുന്നത്? നിങ്ങളെ വീട്ടിൽ MDMA ഉണ്ടോ നോക്കാൻ ഏറ്റവും നല്ല തന്ത്രം നാരുകള് ഐറ്റികൾ കേൾക്കുന്ന പാട്ട് നോക്കിയാൽ മതി. ഐറ്റിയൊക്കെ ഇങ്ങനെ രാരീരം രാരാരോ എന്നൊന്നും കേൾക്കാൻ പറ്റൂല. ഇനി ഖുറാൻ പാരായണം പോലും ഐറ്റികൾ കേൾക്കാൻ പറ്റൂല. ഓലിക്ക് ആ ബുഷ്ക ഡിഷ്ക എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് കേൾക്കണം. DJ എന്നാ അതിന്റെ പേര്. ഇനി നിങ്ങൾ എന്നെ ചീത്തൊന്നും വിളിക്കണ്ട കേട്ടോ. വലിക്ക് ആകെ കിട്ടുന്നൊരു പണി DJ. എത്ര പൈസ കൊടുക്കും വലിക്ക്? DJ വേണം പിള്ളേർക്ക്. എന്തിന്? ഇവരുടെ തലച്ചോറിൽ നിന്നൊരു ഇങ്ങനെ ഡബ്ബ ഇങ്ങനെ അടിക്കും പോലും ആ ഡബ്ബക്ക് കറക്റ്റ് ആയിട്ടുള്ള പാട്ട് പുറത്തുനിന്ന് കിട്ടാല് ഓന്റെ സമാധാനം ഉണ്ടാവും പോലും. ഇറ്റ് ഇസ് റിയൽ. അപ്പൊ നിങ്ങളെ വീട്ടിൽ വരാനുണ്ടോ നോക്കണമെങ്കിൽ നിങ്ങളെ പണ്ടത്തെ പാട്ട് പാരിജാതം തിരുമിഴി തുറന്നു എന്നുള്ള പാട്ട് വെച്ചാൽ ഈറ്റകൾ നിങ്ങളെ തച്ചു കൊല്ലു. എന്നാലും തുറപ്പിച്ചോ ഈറ്റക്ക് വരാൻ തന്നെ. ഈറ്റയുടെ ഏതാ വെക്കുക പറഞ്ഞോളി. ആ ബുഷ്ക ആ ഡിഷ്ക ഈ ചേട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോന്നാണ് ഞങ്ങൾക്ക്. ഇനി കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ DJക്ക് ഞാൻ ഈ ക്ലാസ് എടുത്ത ഒരു വീട്ടിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മോനാട്ടോ അത് തുടക്കം മുതൽ ഓൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓന് പണ്ടേ അങ്ങനെ ഡാൻസോട് ഒരു ഇതുണ്ട്. ഓന്റെ വാപ്പക്കുണ്ടേനും ഓന്റെ അച്ഛനെല്ലാം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ തുടക്കം മുതൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് എത്ര മിനിറ്റ് ഡാൻസ് കളിക്കാൻ പറ്റും? തീർച്ചയായിട്ട് മാക്സിമം 4 പാട്ടിന് ഡാൻസ് കളിക്കാൻ പറ്റും, 25 മിനിറ്റ്. ഈ ചെക്കൻ തുടക്കം മുതൽ തുള്ളുന്നത്. ഓന് ക്ഷീണേ ഇല്ല, തുള്ളോട് തുള്ളല്. അങ്ങനെ തുള്ളുമ്പോ ഈ ഉമ്മക്ക് മനസ്സിലാവണ്ടേ ഈ ചെക്കൻ എന്തോ വരാനുണ്ട്. എനർജി കൂടുതലായിരിക്കും. ഒരുത്തേൽ ഇരിക്കാൻ പറ്റൂല ലൈറ്റേക്ക്. അതുകൊണ്ട് തന്നെ DJ പാർട്ടിക്ക് കസേല ഉണ്ടാവില്ല. 5-6 മണിക്കൂർ നിന്ന് തുള്ളു. നിങ്ങൾ നാടകത്തിനാണ് കസേല ഇല്ലെങ്കിലോ കൂക്കിയിട്ട് കൊല്ലും. പക്ഷെ DJക്ക് വേണ്ട, കാരണം പെരാന്തന്മാരായി വരിക. പക്ഷെ ആ കുട്ടിയൊക്കെ ഇത് കുട്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതെന്തിനാ വെറുതെ കുട്ടികൾക്ക് ഇത് വെറുതെ കൊടുക്കുക? കുട്ടിക്ക് മുട്ടായിലോ ഐസ്ക്രീമിലോ ഇട്ടിട്ട് കൊടുക്കുക ചെയ്യുക. അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിന്റെ പ്രത്യേകത, സവിശേഷമായ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഉപയോഗിച്ച് 48ാമത്തെ മണിക്കൂറിൽ ഇതേ അളവിൽ ഈ സാധനം വീണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളെ മക്കൾക്ക് മുഴുമൂത്ത ഭ്രാന്താണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓർമ്മിച്ച് വെച്ചോ. കള്ളു കുടിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ ഭ്രാന്താവില്ല. സിഗരറ്റ് കഴിച്ചാൽ ഭ്രാന്താവില്ല. കള്ളു കുടിച്ചാൽ ഓഫായി പോവുക ചെയ്യുക. സിഗരറ്റ് കഴിച്ചാൽ തുമ്മി മരിക്കുക ചെയ്യുക. MDMAക്ക് മണമില്ല, രുചിയില്ല, ഒന്നുമില്ല. ഇത് ഉപയോഗിച്ചാൽ എനർജി പാരമ്യത്തിൽ എത്ര മണിക്കൂർ? 48 മണിക്കൂർ. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും ഈ സാധനം കുട്ടിയുടെ നാവിലേക്ക് അതേ അളവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ കുട്ടി വയലന്റ് ആവും. കുട്ടിക്ക് തൂങ്ങിച്ചാവും തോന്നും. കുട്ടി ബൈക്ക് എടുത്ത് പറക്കും, കിട്ടിയവൻ അടിക്കും. അങ്ങനെയാണ് വിഷയം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചോളി. അതുകൊണ്ട് ഇന്നു മുതൽ, അതുകൊണ്ടാണ് പ്രണയം സെക്സ് ഇഷ്ടപ്പെടുന്ന ചങ്ങായി സെക്സ് ആയിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് 9 വയസ്സുള്ള ചെക്കൻ സ്വന്തം അമ്മേനെ ബലാത്സംഗം ചെയ്തത് കോഴിക്കോട്. 4 വയസ്സിലെ നക്ഷത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ MDMA ഉപയോഗിച്ച് അച്ഛനാണ് മഴുകൊണ്ട് കഴുത്തറത്ത് കൊന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങള്. ഇത് പെൺകുട്ടി. ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെ എനിക്ക് പ്രണയിക്കണമെങ്കിൽ നിങ്ങളെ വാട്സപ്പിൽ എനിക്ക് ആയോ ഓയോ ഒന്നും ഇടണ്ട കേട്ടോ. എല്ലാവരും ഓർമ്മിച്ചോ. എനിക്ക് ഈ സദസ്സിലുള്ള ഏതെങ്കിലും പെൺകുട്ടിയോട് പ്രണയിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ അവരോട് I love you പറയേണ്ട, ഒന്നും ചെയ്യണം. ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു മുട്ടായി മുന്നിൽ ലേശം MDMA കൊടുത്തിട്ട് അങ്ങ് കൊടുക്കുക. ഏതെങ്കിലും അന്തം വിട്ട ഒരാൾ തിന്നു. ഇത് തിന്നാൽ എന്ത് സംഭവിക്കും? 48 മണിക്കൂർ പറക്കും. 48ാമത്തെ മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് വേണം? വേമ്പ്ര. ഇതേ അളവിൽ ഈ സാധനം വേണം. എന്റെ അഡ്രസ് അറിഞ്ഞൂടെങ്കിലും എന്റെ വീടും നോക്കി വരുമല്ലോ. പറഞ്ഞ മനസ്സിലായോ? അത് മതി ഇവിടെ. അതുകൊണ്ട് കുട്ടികൾക്ക് അനാവശ്യമായിട്ട് മുട്ടായി വാങ്ങി തിന്നാതിരിക്കാൻ, ഐസ്ക്രീം വാങ്ങി തിന്നാതിരിക്കാൻ പഠിപ്പിക്കണം നമ്മൾ. ഏത് വയസ്സ് മുതൽ? 4 വയസ്സ് മുതൽ. ഓക്കെ. അതുകൊണ്ടാണ് കേരളത്തിൽ ഉമ്മമാരും അമ്മമ്മമാരും എല്ലാം ഒളിച്ചോടി പോകുന്നത്. ഇതങ്ങ് തന്നാ പോരാ. എന്ത് ഭർത്താവ്, എന്ത് ഭാര്യ, ഇത് തരുന്നു എന്റെ വയ്യൻ അങ്ങ് ഓടും. തലശ്ശേരി നമ്മളെ പേരാമ്പ്രలో 9ാം ക്ലാസ്സിലെ കുട്ടി, ഏറ്റവും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിക്ക് ആ പെണ്ണ് MDMA കൊടുത്തപ്പോ എന്താ സംഭവിച്ചേ? 48ാമത്തെ മണിക്കൂറിൽ ഈ പെൺകുട്ടി, ഈ ചെക്കൻ ഈ പിള്ളേടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇനിയും വേണം എനിക്കിത്. പക്ഷേ ആ പെണ്ണ് കൊടുത്തില്ല. 48 മണിക്കൂർ കഴിയുന്തോറും, സമയം എടുക്കുന്തോറും എന്ത് സംഭവിക്കും പറ? വയലൻസ് ഇങ്ങനെ കൂടും. വയലൻസ് കൂടി വന്നപ്പോ അടുത്ത നിമിഷത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നതായപ്പോ ഈ ചങ്ങാതി പറഞ്ഞു ഒരൊറ്റ വർത്താനം, എന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്തോണ്ട് നന്നായി തരും. അപ്പൊ ആ ചെക്കൻ കൊണ്ടുകൊടുത്തിട്ടുണ്ടാവോ ഇല്ലയോ? ആ ചെക്കൻ ഓടിപ്പോയി ബാത്റൂമിൽ കുളിക്കുന്ന അമ്മയുടെ 1/2 മണിക്കൂർ വീഡിയോ എടുത്തോണ്ട് കൊടുത്തു. അതുകൊണ്ട് സൂക്ഷിച്ചോങ്ങള്. ഈ ബോധങ്ങളെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം.
എന്റെ കുട്ടി ഇനി നിങ്ങളെ മക്കൾക്ക് ഇത് ഉപയോഗിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ മേശപ്പുറത്തെല്ലാം വെള്ളപ്പൊടി കാണാൻ, നിങ്ങൾക്ക് ചുണ്ടിന്റെ മേലെ വെള്ളപ്പൊടി കാണാൻ ഡ്രൈ ആയിട്ടുണ്ടാവും, കണ്ണ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും, ഉപ്പേനോട് ഉമ്മയോട് തെറി വിളിക്കുക, രാത്രി കുറെ സമയം ഉറക്കൊഴിഞ്ഞിരിക്കുക, രാവിലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുക, മുടി മേലോട്ടേക്ക് പൊന്തുക, ട്രൗസർ താഴോട്ടേക്ക് വരിക, കയ്യിലും കാലിലും കുറെ ചരടുകൾ, അടിമുടി ടാറ്റൂസ്, പിന്നെ ഉപ്പേനി ഉമ്മേനി ദേഷ്യം, ഓല ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരി, ഓല വാട്സപ്പ് കാണുമ്പോ നമ്മളെന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് പൈസ കാണാണ്ടാവുക, കുരുമുളകിന്റെ എണ്ണം കുറയുക, തേങ്ങ ഇല്ലാണ്ടാവുക, ഇങ്ങനെ അന്തം വിട്ട പഴയ കൂട്ടുകെട്ട് ഒഴിവാക്കി പുതിയ കൂട്ടുകെട്ടിലേക്ക് വരിക. അങ്ങനെ എല്ലാത്തിനും എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. A+ നിലവാരത്തിൽ നിന്ന് D+ നിലവാരത്തിലേക്ക് ഇറങ്ങി വരിക. ഈ സ്വഭാവം നിങ്ങളെ മക്കളിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലറെ കാണിക്കണം. തുടക്കത്തിൽ കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് 4 വയസ്സുള്ള കുട്ടി മുതൽ 100 വയസ്സുള്ള മനുഷ്യൻ വരെ ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ ശക്തിയായി MDMA കടന്നു വരുന്നുണ്ട്. കൊണ്ടുപോകാൻ എളുപ്പം, കുടിച്ചാലും രുചിച്ചാലും ആർക്കും മനസ്സിലാവില്ല. സന്തോഷമാണെങ്കിൽ സന്തോഷം, കളിയാണെങ്കിൽ കളി. അതുകൊണ്ടാണ് കേരളത്തിൽ ഗാനമേളക്കിടയിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 16 ആളുകളോളം കുത്തേറ്റ് ആശുപത്രിയിലാണ്. കാരണം MG ശ്രീകുമാറിന് ഇഷ്ടപ്പെടുന്നവേ യേശുദാസിന്റെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ MG ശ്രീകുമാറിന്റെ ആരാധകർ മറ്റൊരു കുത്തു. കേരളത്തിലെ കൊലപാതകങ്ങളെല്ലാം മൃഗീയ കൊലപാതകങ്ങളായി മാറാൻ കൊല ഇഷ്ടപ്പെടുന്നവൻ MDMA ഉപയോഗിച്ചിട്ട് തറച്ച് കൊല്ലു. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഇന്നു മുതൽ നിതാന്ത ഞാൻ വീണ്ടും രക്ഷാകർത്താക്കളോട് പറയുന്നു, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിൽ അത് പണക്കാരന്റെ മകനോ പാവപ്പെട്ടവന്റെ മകനോ എന്നൊന്നുമില്ല, പണക്കാരന്റെ മകനാണ് ഓല ആദ്യം സെലക്ട് ചെയ്യുക. അതുകൊണ്ട് എനിക്കിപ്പോ പേടിയായതുകൊണ്ട് ഞാൻ എന്താ തീരുമാനിച്ചതെന്നറിയോ, ഞാനും എന്റെ ഭാര്യയും മക്കളും ഒരു കട്ടുമ്മ കിടക്കാൻ തീരുമാനിച്ചു. 17 വയസ്സ് വരെ ഒരു കട്ടുമ്മ കിടക്കും. കാരണം ഈ രാത്രി ഉറങ്ങാത്തത് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത് കിടക്കണ്ട നമ്മള്. അവിടെ ചൊട്ടയിൽ ഇപ്പൊ ചെക്കൻ 4 വയസ്സായിക്കുള്ളൂ. അപ്പൊ എന്റെ ചെക്കൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, എന്തിനാച്ചാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ആവശ്യം, ഇവിടെ 4-5 ബെഡ്റൂം ഇല്ലേ? അവന്റെ മോനെ അമ്മ ഒളിച്ചോടുമ്പോ ഇഞ്ഞി പിടിച്ചോളണം, ഞാൻ ഓടുമ്പോ ഇഞ്ഞി പിടിക്കും, ഇഞ്ഞി ഓടുമ്പോ ഞാൻ പിടിക്കും, എന്റെ പെങ്ങൾ ഓടുമ്പോ നമ്മൾ എല്ലാവരും കൂടി പിടിക്കണം. ഈ ചെക്കൻ പറഞ്ഞെന്നറിയോ, പണ്ടേ പിടിക്കണേന്ന് വെച്ചാൽ നമ്മള് വൈകിപ്പോയി. അങ്ങനെ ഞങ്ങൾ 4 ആളിപ്പോ എൻ്റെ ഒരു റൂമിലാണ് കിടക്കുന്നത്. എൻ്റെ അവിടെയാണ് 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലുമില്ല, 3 ആൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ. അതിമേലാണ് ഞങ്ങൾ 4 ആൾ കിടക്കുന്നത്. ഒന്നങ്ങ് നൊന്തിയാൽ ഇങ്ങൊന്നു പോവും, ഇങ്ങ് നൊന്തിയാൽ അങ്ങൊന്നു പോവും. അതുകൊണ്ട് തന്നെ എന്നെ പിടിച്ച് ചെക്കനെ പിടിച്ച് പെണ്ണ് എല്ലാത്തിനെയും പിടിച്ച് ഓള് ഇങ്ങനെ ഒരു ഉണ്ടക്കട്ട പോലെയാണ് കിടക്കുന്നത്. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ പറയണം, രാത്രി എണീറ്റിക്കിൻ്റെ പിടിച്ചോളണം, ദിവസവും പറയണം എണീറ്റിക്കിൻ്റെ പിടിച്ചോളണം. അങ്ങനെ ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാനിത് ആധികാരികമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മഴ പെട്ടെന്ന് പെയ്ത ദിവസം ഞാൻ അറിയില്ല, അന്ന് 2.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ കിടന്നത്. രാത്രി 9:30 മഴ അങ്ങ് തുടങ്ങി, 2:30 മണിയായിരുന്നു. മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ഒരു വൃത്തിയില്ല. അവസാനം മൂത്രയ്ക്ക് എണീറ്റ് ഐറ്റൽ പിടിക്കുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ മൂത്രം പിടിച്ചാണ് വെച്ച്. നിങ്ങൾ മൂത്രം പിടിച്ചു വെച്ചിരിക്കുക, 1/2 മണിക്കൂർ പിടിച്ചു വെച്ചാലേ പിന്നെ വയറ് പൊട്ടി മരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു, ഇതാറ്റം മരിച്ചിട്ടുണ്ടെ നാളത്തെ പേപ്പറിൽ എന്നാ വരിക, ക്ലാസ് എടുക്കുന്നു മൂത്രം മുട്ടി മരിച്ചെന്നാൽ അതിലും നല്ലത് മരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മെല്ലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചന്ദ്രയാൻ സാധനം ലാൻഡ് ചെയ്ത പോലെ ആരും അറിയാതെ തൂവൽ സ്പർശത്തോടുകൂടി നിലത്തേക്ക് ഇങ്ങനെ കാല് വെക്കുമ്പോയില്ലേ, അന്തം വിട്ടവനെ തട്ടിപ്പോയി. രാത്രി 2:30 മണിക്ക് എൻ്റെ അന്തം വിട്ടവന് ചാടി എണീറ്റിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞ വർത്താനെന്നറിയോ, അമ്മയെ പിടിച്ച് അച്ഛനിതാ പോന്ന്, ഇതാ പിടിച്ച്. ഞാൻ പഠിച്ചവനാണ്, അതിനല്ല ഇത് മൂത്രമൊഴിക്കാനാ, ഇനി വിട്. ഓൻ പറഞ്ഞു, അച്ഛാ ആ വടകരന്ന് മിഞ്ഞാന്ന് ഒളിച്ചോടിയൊന്നു ഇത് തന്നെയാ പറഞ്ഞെന്നല്ല അച്ഛൻ പറഞ്ഞത്. ഞാൻ വിടൂല, അതിന് ഞാൻ മരിക്കണം. ഞാൻ ഭാര്യ വേഗം എണീക്ക്, ഇപ്പം ഞാൻ മരിക്കും, വേഗം വരി. അങ്ങനെ ഞാൻ 4 ആളും കൂടി ഞാൻ മൂത്രമൊഴിക്കുന്നത് കൊണ്ടോ എന്നെ, മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്താ, എന്റെ 4 വയസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന് എന്നിൽ പേടിയുണ്ട്, ഞാൻ ഒളിച്ചോടുമെന്നുള്ള പേടിയുണ്ട്. ആ പേടിയിൽ നിന്നാണ് ആ ജാഗ്രത വന്നത്. ശരിയാണോ തെറ്റാണോ? ആ ജാഗ്രത നിങ്ങളെ വീട്ടിലും ഉണ്ടാവണം. എന്റെ മക്കൾ നഷ്ടപ്പെടരുത് എന്നുള്ള ബോധം ബാപ്പയ്ക്കും, എന്റെ ഭാര്യ നഷ്ടപ്പെടരുത് എന്നുള്ള ബോധം മക്കൾക്കും ബാപ്പയ്ക്കും, എന്റെ മക്കൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ള ബോധം
കുടുംബത്തിലെല്ലാവർക്കും ഈ നാട്ടിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവണമെന്ന് ഈ മഹലിനും ഈ സംഘടനയ്ക്കും ബോധമുണ്ടാവുന്നിടത്താണ് ഈ നാടിന്റെ വിജയമെന്ന് ഞാൻ ആവർത്തിക്കുന്നു. എനിക്ക് ഇവരിലൊക്കെ വിശ്വാസമുണ്ട്, എനിക്ക് നിങ്ങളിലൊക്കെ വിശ്വാസമുണ്ട്. ഒരു മനുഷ്യനും ഭ്രാന്തനാവാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മനുഷ്യനും സ്വയം നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങൾ, കൂട്ടുകെട്ടുകൾ ഈ ലോകത്തേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ലഹരി, ഈ നാട്ടിൽ ഏറ്റവും വലിയ ലഹരി ഒരു കളിക്കളം സൃഷ്ടിക്കുക. ഏറ്റവും ഈ സംഘടന ചെയ്യേണ്ടത് ഈ നാട്ടിൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഗ്രൗണ്ടിൽ തകർത്ത് തിമർത്ത് കളിക്കട്ടെ. വൈകുന്നേരം തളർന്ന അവസനാവട്ടെ. വീട്ടിലേക്ക് വന്ന് കുളിക്കുമ്പോഴേക്കും കുട്ടികൾ തളരട്ടെ. ആ എനർജി ഗ്രൗണ്ടുകളിൽ തളരട്ടെ. അങ്ങനെ കളിക്കാതെ ഇങ്ങനെ വളരുന്ന കുട്ടിയിൽ ഒരു കൊഴുപ്പിങ്ങനെ അടിഞ്ഞുകൂടി നശിക്കാനുള്ള ലഹരി, ഈ വേണ്ടാത്ത ലഹരിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടും. മടിയന്റെ മനസ്സിലേക്കാണ് വേണ്ടാത്ത ലഹരി വരുന്നതെന്നുള്ള നല്ല ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സകല മനുഷ്യന്മാർക്കും സക്കാത്ത് കൊടുക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുക്കാറുണ്ടോ? മുഹമ്മദ് നബിയോട് മറ്റോട് അനുയായി പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ മുഹമ്മദ് നബി തിരുമേനി, പിന്നെ എങ്ങനെയാണ് ഞാൻ സക്കാത്ത് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നബി പറഞ്ഞു, ആര് പറഞ്ഞു സ്വത്തും സമ്പാദ്യവും പണവും സ്വർണവുമാണ് സക്കാത്തെന്ന്? നീ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയാണ് ലോകത്തെ ഏറ്റവും വലിയ സക്കാത്തെന്ന് പഠിപ്പിച്ച മഹാനായ മനുഷ്യന്റെ അനുയായികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇത് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളെ വീട്ടിൽ ഒളിച്ചോടുന്ന മനുഷ്യരുണ്ട് എങ്കിൽ, നിങ്ങളെ വീട്ടിൽ കള്ളു കുടിക്കുന്ന മനുഷ്യരുണ്ട് എങ്കിൽ, നിങ്ങളെ വീട്ടിൽ ഒളിച്ചോടാൻ മുട്ടുന്ന മനുഷ്യരുണ്ട് എങ്കിൽ, നിങ്ങളെ വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യരുണ്ട് എങ്കിൽ ഈ മഹാനായ തിരുനബിയുടെ വാചകം ഓർമ്മിക്കുക, ചിരിക്കുക. അതുകൊണ്ട് ഇന്നെല്ലാവരും വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഭാര്യ ഒളിച്ചോടുമെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ ഭർത്താവ് ഒളിച്ചോടുമെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ മക്കൾ കഞ്ചാവ് വലിക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാ ചെയ്യണ്ടേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോവോ, ഇതിലൂടെ ഒളിച്ചോടുവോ? വീട്ടിൽ പോവല്ലോ. വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ ഭാര്യ കോനാലിരിക്കുന്നുണ്ടാവും. ഭാര്യന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ഭാര്യ തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോട്ടം മടക്കി തരുന്നുണ്ടെങ്കിൽ അത് തങ്കി ഭാര്യയാണ്. അത് ഓടോ ചാടോ ഓടിക്കോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക. ഭാര്യ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യനെ കെട്ടിപ്പിടിച്ചൊരു 5-6 ഉമ്മ കൊടുക്കണം. ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്താ അറിയോ, അത് ഏടിയും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ പോകണം, ഭർത്താവിന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം, ഭർത്താവ് നിങ്ങളുടെ കണ്ണിലേക്ക് തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അതാണ് തങ്കു ഭർത്താവ്. ആ ഭർത്താവ് ഓടോ ചാടോ കുടിക്കോ MDMA ആണോ എന്ന് അറിയണമെങ്കിൽ തങ്കുവിന്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുക. ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചോ, ഉമ്മ കൊടുത്തോ. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോ, മദ്രസയിൽ നിന്ന് വരുമ്പോ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. മക്കൾ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ നോക്കണം. അതിനുശേഷം നിങ്ങൾ മക്കളുടെ കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക, സംസാരിക്കുക. നിങ്ങളെ മക്കള് നിങ്ങളെ നെഞ്ചോട് ചേർന്ന് നിന്ന് നിങ്ങളോട് ചിരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളെ നെഞ്ചകത്ത് വരാതെ പടച്ച് മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഏതോ ഒരു ലഹരി, നിങ്ങളെക്കാൾ വലിയൊരു ലഹരി ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള നല്ല ബോധം ആർക്കാ വേണ്ടത്? കുട്ടിക്കാണോ രക്ഷകർത്താവിനാണോ? അങ്ങനെയുള്ള ഒരു ബോധമുള്ള ഒരു കുടുംബത്തിൽ ആരും നാശം ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ചിരിച്ചോളല്ലോ. എന്നാ ഒരു ടിപ്പും കൂടി ഞാനങ്ങ് പറഞ്ഞുതരാം. നിങ്ങൾ ഭാര്യന്റെ കണ്ണിലേക്ക് നോക്കുന്നു, ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നു, നിങ്ങൾ ചിരിക്കുന്നു. നിങ്ങൾ ചിരിക്കുമ്പോൾ ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങട്ടേലേക്ക് നോക്കിയിട്ടാ ചിരിക്കുന്നത് എങ്കിൽ പറഞ്ഞോളി, അത് അതിലൂടെ അങ്ങ് പോയി എന്ന് മനസ്സിലായാൽ മതി. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി അങ്ങട്ടേലേക്ക് നോക്കിയിട്ടാ ചിരിക്കുന്നതെങ്കിൽ ആ ഭർത്താവിനെ പിന്നെ നോക്കണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭർത്താവ് വേറെ പോകാതിരിക്കണമെങ്കിൽ, ഭാര്യ വേറെ പോകാതിരിക്കണമെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെ സ്നേഹിക്കണം. എല്ലാവർക്കും ആവശ്യം സ്നേഹവും കരുതലും. നിങ്ങളെ ഭാര്യക്ക് ഉമ്മ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കും ഭാര്യക്ക്. ഞാനെല്ലാം ഉണ്ടല്ലോ ഇവിടെ, അങ്ങനെ ആരും ഉമ്മ കിട്ടാണ്ട് കണ്ട. അല്ല ഞാൻ കൊടുക്കണോ നിങ്ങൾ കൊടുക്കണോ? കൊടുക്കണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വടകര ടൗൺ ഹാളിൽ ക്ലാസ് എടുത്തപ്പോ ഒരു ഭാര്യ ഭർത്താവോട് ചോദിച്ചു, ഞാൻ കൊടുക്കണോ നിങ്ങൾ കൊടുക്കണോ? ഒരു ഭർത്താവ് പറയണേ, ഇനി കൊടുത്തിട്ട് 2000 അങ്ങ് കൂട്ടിക്കോ, കൊല്ലപ്പാട് വേണ്ട. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭർത്താവിനോട് സംസാരിക്കാൻ, മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ മക്കൾ അങ്ങോട്ടേലുള്ളവരോട് പോകും. നിങ്ങൾ ഭർത്താവിനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിനെ അങ്ങോട്ടേലുള്ളവരോട് പോകും. അതുകൊണ്ട് ഈ ഒരു ബോധം വളരെ ഒരു ചെറിയ ബോധമാണിത്. ഈ ബോധങ്ങളെ മനസ്സിൽ നിൽക്കട്ടെ.
എന്തായാലും ഈ ഒരു സംഘടന ഈ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നിങ്ങൾക്ക് കിട്ടിപ്പോയ എന്നെ മാത്രം എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ 5 കൊല്ലമായി ക്ലാസ് എടുക്കുന്നു, 13 കൊല്ലമായി. എൻ്റെ ക്ലാസ് കേട്ടിട്ട് ആരും നന്നായിക്കില്ല, നിങ്ങളും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ വന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, അവസാനം പറയാന്ന്, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ജയിലിൽ വരും. തെറ്റ് ചെയ്താൽ ജയിലിൽ വരുമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ജയിലിൽ വന്നാൽ നിങ്ങൾ എന്നെ കാണുമോ ഇല്ലയോ? ജയിലിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കാണും. കാരണം എന്താ അറിയോ, ജയിലിൽ 3ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് എൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയല്ല അവിടെ ഇരിക്കുക. വെള്ളയും വെള്ളയാണ് നിങ്ങളുടെ ഡ്രസ്സ്, പറ്റ മുടി മുറിക്കണം. പെൺകുട്ടികളെല്ലാം വെള്ളയും വെള്ളയാണ് ഡ്രസ്സ്, മുടി 2 സൈഡിൽ ഇങ്ങനെ പിരിച്ചു കെട്ടണം. അവിടെ കസേരയിലല്ല ബോധവൽക്കരണം, നിലത്തിരുന്നിട്ടാണ് ബോധവൽക്കരണം. ഞാൻ പുറകെ കൂടി കേട്ടോ വരുക. ഞായറാഴ്ച 3 മണിക്ക് 2 മണിക്ക് ബേക്ക് കൂടി വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എനിക്ക് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ? അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയണം. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ പറയണം, കോട്ടയം പോയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ കോട്ടയം പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുകയുണ്ട്. എൻ്റെ ക്ലാസ് കേട്ട ഒന്നും കൂടി ഇവിടെ എത്തിയല്ലോ എന്ന ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്നാണ് നമ്മളെ പ്രതീക്ഷ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. അല്ലെ ഭ്രാന്താശുപത്രി വെച്ച് പഠിച്ചവനാണ് നമുക്ക് കണ്ടുമുട്ടണം. അങ്ങനെ എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ അബൂബക്കർ സാറിനും അതിന്റെ സംഘാടകർക്കും അതിലേറെ എന്നെ ഇത്രയും നേരം ഉച്ചി പോലെ നോക്കി നിന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് ഒരു കാര്യം നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരാന്തൊന്നുമില്ല ഇതുവരെ. പരാന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥതകളില്ലാതെ ഈ കസേരയിൽ ഇരിക്കാൻ പറ്റൂലായിരുന്നു. അടുത്ത വർഷം വരുമ്പോൾ നിങ്ങളെ വീട്ടിലെ സകല മനുഷ്യന്മാരെയും ചേർത്തിരുത്തി ഒന്നിച്ച് ഒരു പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് ഇങ്ങനത്തെ പൊട്ടന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ, നല്ല ബുദ്ധിമാന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ, മഹാനായ ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ കാണുമ്പോൾ ഇനി ആരെങ്കിലും ജീവിച്ചിട്ടില്ല എങ്കിൽ കണ്ണ് ഞാൻ ഏർക്കിനെ എടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ ചിരിച്ചോണം. എല്ലാവരും എന്നെ ഒന്ന് നോക്ക്, പൊട്ടിച്ചിരിച്ചാട്ടെ. വരാൻ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മൂത്ത വരാൻ തന്നെ. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഒരവസരം കൂടി ഞാൻ തരും. എല്ലാവരും എന്നെ നോക്ക്, പൊട്ടിച്ചിരിക്കും. നന്നാകുന്നുണ്ട്. വീട്ടിൽ കണ്ണാടി വാങ്ങിയിട്ട് ചിരിക്കുക. ഇനി നിങ്ങൾ ഇന്ന് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഓളോട് ചിരിക്കണ്ട. കാരണം 15 കൊല്ലമായിട്ട് ചിരിക്കാണ്ട് ഇന്ന് ചിരിച്ചിട്ട് ഓള് പേടിച്ചിട്ട് കക്കൂലായിട്ട് വീണിക്കണ്ട എന്നോട് പറയരുത്. അതുകൊണ്ട് നാളെ മുതലാണ് നിങ്ങൾ ചിരിക്കേണ്ടത്. അങ്ങനെ ഈ മഹലിലുള്ള സകല മനുഷ്യരും കാണുമ്പോൾ ചിരിക്കുന്ന, ഉസ്താദിനെ കാണുമ്പോൾ ചിരിക്കുന്ന, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന നല്ല മനുഷ്യാത്മാക്കളായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ജീവിതമാണ് ലഹരി എന്നുള്ള ബോധം മനസ്സിൽ ഓരോ നിമിഷവും ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശുഭരാത്രി. പുതുവത്സര ദിനാശംസകൾ.